ഏറ്റവും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇളാഅത്തുൽ വഖ്ത് എന്നതാണ്. ഇളാഅത്തുൽ വഖ്തിന് കൂടുതൽ പണിയൊന്നുമില്ല, കയ്യിൽ മൊബൈൽ ഉണ്ടായാൽ മതി, സമയം പാഴാകുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയൊരു വാക്ക് ഓർത്തു പോവാണ്. ഇളാഅത്തുൽ വഖ്ത് അശദ്ദു മിനൽ മൗത്ത്. ഇളാഅത്തുൽ വഖ്ത് അശദ്ദു മിനൽ മൗത്ത്. സമയം വെറുതെ പാഴായി പോവുക എന്നുള്ളത് മരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. ലിഅന്ന ഇളാഅത്തുൽ വഖ്തി തംനഉക മിനല്ലാഹ്. സമയം വെറുതെ പോവുക എന്നുള്ളത് നിന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണ്. മൗത്ത് അങ്ങനെയല്ലല്ലോ, മരിച്ചാൽ കഴിഞ്ഞില്ലേ, പിന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റുക അടുപ്പിക്കുക എന്നുള്ള പരിപാടി ഇല്ലല്ലോ. നേരെ മറിച്ച് ആയുസ്സിനിടയിൽ സമയം വെറുതെ അങ്ങനെ കളയാം. ആ വെറുതെ കളയാന്നുള്ളതിനെ നിന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റി എന്നതിന്റെ തെളിവാണ്. ഇത് ഏതാ സമയം? ഒരു ഈസ അള്ളാഹു തല 86,400 സെക്കൻഡാണ് നമുക്ക് തരുന്നത്. അതിനാണ് 24 മണിക്കൂർ എന്ന് പറയാം. അതിൽ ഒരു സെക്കൻഡ് വെറുതെ വേസ്റ്റ് ആക്കിയാൽ അതിന്റെ സങ്കടം ദുന്യാവൊന്നും തീരൂല, ആഖിറത്തൊന്നും തീരൂല. നീ സ്വർഗത്തിലെത്തിയാൽ തന്നെ ചില ആളുകൾക്ക് ഖേദം ഉണ്ടാവുന്ന. അതാർക്കാ? വെറുതെ സമയം കളഞ്ഞ ആളുകൾക്ക് അവിടെ എത്തിയാലും ഖേദം ഉണ്ടാവുന്ന. സ്വർഗം എന്ന് പറഞ്ഞാൽ ഖേദത്തിന്റെ കേന്ദ്രം അല്ലല്ലോ, എന്നാലും ഖേദം ഉണ്ടാവും, ഒരു ഹസ്രത്ത് ഉണ്ടാവും. ഓ, ഇത് വെറുതെ കളഞ്ഞിട്ടോ എന്ന് പറയും. അള്ളാഹു നമ്മളെയൊക്കെ സമയം വേസ്റ്റാക്കുന്ന അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് മല്ലം ആരിഫൻ നഖസ മിൻ ഔഖാതിഹി ഫകുല്ലു ഔഖാതിഹി നഖസ്. ആരെങ്കിലും സമയത്തിന്റെ വില അറിഞ്ഞില്ലെങ്കിൽ അവന്റെ മുഴു സമയവും നഷ്ടത്തിലാണ്. മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ 1.5 പ്രസ്താവനയാണ്. സമയത്തിന് ഒരു നിലയുണ്ട്. അതിന് നമ്മളടുത്ത് മാർക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലും മാർക്കറ്റ് ഉണ്ടാവില്ല, ആഖിറത്തിലും മാർക്കറ്റ് ഉണ്ടാവില്ല. മനുഷ്യന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ തടി മണ്ണൊന്നുമല്ലല്ലോ, ആണോ? മനുഷ്യന്റെ മാർക്കറ്റ് തടി മണ്ണാണോ? അത് കന്നിന്റെ മാർക്കറ്റ് അല്ലേ, ഒലോയത്തിനല്ലേ തടി മണ്ണെന്ന് നോക്കല്. മനുഷ്യന്റെ മാർക്കറ്റ് തടി മണ്ണല്ല. അവിടേക്കാണ് കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞത്. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞാൽ പള്ളേക്കല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ പള്ള വിശാലാട്ടെ എന്നതിന്റെ അർത്ഥം. അതേ വാക്കനാണ് കുത്തിബ അലൈക്കും. നമ്മൾ പള്ളമ മാത്രം ചുരുക്കി. പള്ളന്റെ നേരെ മുകളിൽ ഒരു സാധനം ഉണ്ട്, അതിനാണ് കൽബ് എന്ന് പറയാ. ഇത് ലിമിറ്റഡ് ആണ്, മറ്റേത് അൺലിമിറ്റഡ് ആണ്. നമ്മൾ സാധാരണ എഴുതിക്കും അൺലിമിറ്റഡ് നെയ്ച്ചോറ് എന്ന്, പച്ച നോണയാണ് എഴുതിച്ചത്. അൺലിമിറ്റഡ് നെയ്ച്ചോറുണ്ടോ? അങ്ങനെ ഉണ്ടോ? തങ്ങളെ അൺലിമിറ്റഡ് നെയ്ച്ചോറാണെങ്കിൽ അവർക്ക് മുഴുവൻ പൈസ ഞാൻ കൊടുത്തോളാം, ഒന്ന് കയറി തിന്ന്, ഇപ്പോഴല്ല രാത്രി. ലിമിറ്റഡ് ആണ് പള്ള, അൺലിമിറ്റഡ് നുണ എഴുതിച്ചാണ്. ആരെഴുതിച്ചാൽ പള്ളന്റെ മേലുള്ളതാണ് കൽബ്, അത് അൺലിമിറ്റഡാ. എത്ര കിട്ടിയാലും തികയില്ല. തികയായിരുന്നെങ്കിൽ ആ ആയത്തിന് നെസ്ഖയ്യപ്പെടുമായിരുന്നു. അത് വഫാത്ത് വരെ നെസ്ഖല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അള്ളാഹിന്റെ അടുത്ത് ഇനിയും കിട്ടാത്ത കുറെ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് അൺലിമിറ്റഡാ, മറ്റേത് ലിമിറ്റഡാ. ഇതിക്ക് കുറെ കയറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് ഞാൻ നജസാകുക. മേലുള്ള ഒരു സാധനം ഉണ്ട്, അതിക്ക് ഭക്ഷണം കഴിച്ചാൽ നജസാവൂല. റമളാൻ അതിനാ, വേറെ ഒന്നിനുമല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. യാ എന്ന ആ നിദായിന്റെ ഹർഫിന്റെ അർത്ഥം മാത്രം പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. കാരണം എന്താ? തൊട്ടി കിടക്കുന്ന കുട്ടികൾക്ക് മനപ്പാടുള്ള ആയത്താണ്. റമളാൻ കണ്ടായ ഓരോ വക്തിനും മുത്തഅല്ലിമീങ്ങൾക്കും അതാണ് വിഷയം. മാലിലെ ഖത്തീബിന്റെ വിഷയം അതാണ്. തറാവിന്റെ ശേഷം ഇമാമിന്റെ വിഷയം അതാണ്. അത് കേട്ട് കേട്ട് മടുത്തുക്കണെന്ന് പറയാം. അപ്പൊ അയ്യുഹല്ലദീന ആമനൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് യാ മാത്രം അർത്ഥം വെക്കാനാണ് ഈ 1.5 മണിക്കൂർ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ ഖുർആൻ എന്താന്ന് എഴുതിയുള്ളൂ. കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. ഇതാണല്ലോ ഖുർആന്. പക്ഷെ നമ്മളെ ഖുർആൻ ക്ലാസ് ഒക്കെ ഇപ്പൊ എവിടെയുള്ളത്? അവിടെ യാ എന്നുള്ള അക്ഷരത്തെ അള്ളയാണ് പറഞ്ഞത്, അതിന്റെ പിറകിൽ അള്ളയാ. ഒരു ലോകാണ് അത്, അതൊരു ലോകാണ്. 40 മണിക്കൂർ യാ എന്നുള്ള അക്ഷരം ഈ മുത്താലിമിന് പറയാൻ കഴിയും. 40 മണിക്കൂർ. അയ്യോ എന്നല്ല, യാ. അതിനൊരു 1.5 മണിക്കൂർ ഇവിടെ പറയുന്നുള്ളൂ. യാ എന്നുള്ളതിന്റെ സാരാംശം വിശദീകരിച്ച റമളാൻ തികയില്ല. അവിടെയാണ് നമ്മൾ ഓ മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു ചാട്ടാണ് ചാടല.
നമ്മളർത്ഥം വെക്കൽ അങ്ങനെ. ഓ മുഅ്മിനീങ്ങളെ ഖലാസ് കുത്തിബ അലൈക്കും ഞങ്ങൾ നോമ്പ് റമദാൻ അതും കഴിഞ്ഞു. എന്താ പറഞ്ഞിട്ട് അമ്പിടണ മാതിരി ഇടല്. എന്താണ് ഖുർആന്റെ സൗന്ദര്യം? ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. എന്താണ് റമളാന്? ഈ റമളാൻ അതിന്റെ അവസാനത്തിൽ അലിഫ് നൂനുണ്ട്, റമളാൻ. ഷാബാന്റെ അവസാനത്തിലും അലിഫ് നൂനുണ്ട്, ഷാബാൻ. ഇൻസാന്റെ അവസാനത്തിൽ അലിഫ് നൂനുണ്ട്, ഇൻസാൻ. ഈമാൻ അവസാന അലിഫ് നൂനാണ്, ഈമാൻ. ഇഹ്സാൻ അവസാന അലിഫ് നൂനാണ്, ഇഹ്സാൻ. എന്താണ് ഈ അലിഫ് നൂനും? അത് മറ്റൊരു ലോകം. അലിഫ് ഉൽഫത്താണ്, നൂന് നൂറാണ്. ഇതിന്റെ പേരാണ് റമളാൻ. അതിനാണ് 2 മാസം പ്രചരണം. അല്ലാഹു ബാരിക് ലനാ ഫീ ദുൽഖഅദ വഫീ ദുൽഹജ്ജ വബല്ലിഗ്നാ മുഹറം ദുആ ഇല്ലല്ലോ. അതൊക്കെ വലിയ വലിയ മാസങ്ങൾ തന്നെയല്ലേ. ദുആ ഇവിടെ ഉള്ളത് അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അതൊരു പ്രചരണമാണ്. വബല്ലിഗ്നാ റമളാൻ, അവിടെ 30 ദിവസത്തെ ക്യാമ്പാണ്. 1 ദിവസത്തെ പൊതുസമ്മേളനം. മുഖ്യ അതിഥി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അതിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാമ്പാണ് നടക്കുന്നത്. പൊതുസമ്മേളനം വരാണ്ട്, മുഖ്യാതിഥി വരും. മുഅ്മിനീങ്ങൾ ആശ്ലേഷിക്കും, ചെൽപ്പം കെട്ടിപ്പിടിക്കും. മുഅ്മിനീങ്ങൾ തോർക്കുമ്പോ ബാക്ക് നാമയും പറയും, സാക്ഷാൽ ജിബ്രീൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മാസം അത് കിട്ടുന്ന സദ്വിഭാഗത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അത് കിട്ടിയാണ്ടല്ലോ, അത് കിട്ടിയാലൊരു കിട്ടലാണ്. ദുനിയാവിന്റെ ഹസനത്തും ആഖിറത്തിന്റെ ഹസനത്തും ശവ്വാൽ 1 അവന് റെഡിയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ എന്ത് വേണം? ഈ സാധനം ഒന്ന് പിടിച്ചു നോക്കണം, നാം ഒന്ന് പിടിച്ചു നോക്കണം. ഇഫ്താർ എന്നൊക്കെ പറഞ്ഞിട്ട് സൊറയാക്കുന്ന ആൾക്കാരുണ്ട്. പറക്കാൻ പോയിരിക്കുന്നിട്ട് സൊറക്കുക. മുമ്പിൽ കുറെ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. അതിന് ചില ആൾക്കാർ ഓതി കൊടുക്കും ചെയ്യും. വലിയ സായ്മി ഫർഹത്താണ്. നോമ്പാന് 2 ആനന്ദാണ്. ഫർഹത്തുൻ ഇന്ദ ഫിത്രി, ഒന്ന് നോമ്പറക്കുമ്പോഴുള്ള ആനന്ദാണ്. ആയിക്കോട്ടെ, എന്നിട്ടാണ് വിശദീകരിക്കും. ആനന്ദല്ലേ, പൈനാപ്പിൾ അല്ലേ മുന്നിൽ, പത്തക്കല്ലേ മുമ്പിൽ, കുട്ടനും മട്ടനും ചിക്കനും അല്ലേ മുന്നിൽ, ആനന്ദല്ലേ. അപ്പൊ എല്ലാവർക്കും തൊള്ളയിൽ വെള്ളം പിടിച്ചിട്ടുണ്ടാവും. ആനന്ദം മുഴുവനാക്കാൻ മഹാന്മാരെ ആനന്ദത്തിന്റെ മർമ്മം പറഞ്ഞത് 10 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് ഒരു പ്രധാനപ്പെട്ട അമലങ്ങട്ട് പൂർത്തിയാക്കിയ ഒരു അനുഭൂതി ഉണ്ട്. അതാണ് ആനന്ദം. അതിന്റെ അപ്പുറത്ത് ചില മഹാന്മാർ പറഞ്ഞ ഒരു ആനന്ദം ഉണ്ട്. ഇന്ദ ഫിത്രിഹി ഇന്ദ ഖുറൂജിഹി മിനദ് ദുനിയാ. യഥാർത്ഥ നോമ്പുകാരൻ ദുന്യാവിൽ നിന്ന് മരിക്കുമ്പോ അവന്റെ നോമ്പ് 30 മുന്നിൽ വന്നിട്ട് അവൻ എങ്ങനെ മാടി വിളിക്കും, ഇങ്ങോട്ട് വാ, നീ ചളിയുള്ള ദുനിയാവിൽ ഇനിയും കിടന്ന് ഉരുളല്ലേ, പരലോകത്തേക്ക് വാ. അതിങ്ങനെ കാണുമ്പോ മയ്യിത്താവാൻ പോകുന്ന മനുഷ്യനുണ്ടാവും. ആ കാഴ്ചയിൽ ഒരു ചിരിയും പ്രസന്ന ഭാവവും ആ ആനന്ദമാണ്. അള്ളാഹു ഇത് രണ്ടും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് മുഖം ഇങ്ങനെ പ്രകാശിക്കുക. റിബഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അവര് കൂടുതൽ ചിരിക്കൂല്ല. ചെറുപ്പക്കാരനാണ്. ഇടയ്ക്ക് ചില സഹോദരന്മാർ ചോദിക്കുകയുണ്ടായി, എന്താ നിങ്ങൾ ചിരിക്കാത്തത്? നിങ്ങൾ മരിക്കുമ്പോ ചിരിക്കാൻ കാത്തിരിക്കുകയാണോ? മഹാനവറുകൾ പറഞ്ഞു, അതെ, ഞാൻ മരിക്കുമ്പോൾ ചിരിക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മരിക്കുമ്പോ ചിരിക്കാൻ കാത്തിരിക്കുകയാണ്. അവര് മരിക്കാൻ സമയത്ത് ചിരിച്ചിട്ടാണ് മരിച്ചതെന്നാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് പറയാ, എന്നോട് ഇങ്ങനെ ചിരിക്കും പോലെ തോന്നുകയാണ്. അവരെ മുഖം കണ്ടിട്ട് ചിലർക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കബറടക്കിയാൽ മതിയോന്ന്. കാരണം പ്രകാശമയമായ സുഗന്ധഭരിതമായ മുഖം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് മറമാടാന്നൊരു ചെറിയ ചർച്ച വന്നപ്പോ അവരെ കെടുത്തിയ ജനാസുള്ള റൂമിൽ നിന്നൊരു വിളിയാളം വന്നു. ഖദ്ദിമൂനി ഇലൽ ഖബർ യന്തളിറുനി റസൂലുള്ളാഹ്. എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോയിക്കോ, അവിടെ എന്നെ കാത്തിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഓലെ ഖബറിൽ കാത്തുന്നത് മുഹമ്മദ് മുസ്തഫയാണ്. നമ്മളെ കാത്തിക്കാൻ പാമ്പും ചേരും കീരിയും ഉണ്ടാവും. പോണല്ലോ, പോയി കിടക്കണല്ലോ. അത് അവർക്ക് മാത്രമല്ല, എല്ലാവരും പോവല്ലോ. ഇന്നലെ കുറെ ആൾക്കാർ മരിച്ചു, നമ്മളിൽ വെട്ടിയില്ല. നാളെ മരിച്ചു, നാളെ മരിക്കാനുള്ളതിൽ വെട്ടിയില്ലേ. ഇന്നലെ ഉള്ളതിലല്ലേ വിടാത്തുള്ളൂ, ഇനി ഉള്ളതിലെ നമ്മളല്ലേ. പിന്നെ പോയി കിടക്കണ അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പൊ നമുക്ക് പറയാൻ കഴിയണം, അത് ചിലപ്പം കൂടുതലുള്ള ആളുകൾ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കൂല. വേഗം കൊണ്ടുപോയി എന്നെ.
എന്നെ കാത്തിരിക്കുന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഫതാവൽ കുബറയിലുണ്ട്, അള്ളാന്റെ റസൂലിന്റെ ഇപ്പോഴത്തെ പണി 5 പണിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജനാസനെ അനുഗമിക്കാനുണ്ടാവും. മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ പ്രകാശത്തിന്റെ പരിപാടിയല്ലേ, അതിനെന്തെങ്കിലും പ്രയാസമുണ്ടോ? ദീർഘമായി ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ചിന്തിക്കണേ. റമദാനിന്റെ മർമ്മം വയറല്ല, റമദാനിന്റെ മർമ്മം വയറിന്റെ നേരെ മുകളിലുള്ള ഖൽബാണ്. റംല് എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ്. ചൂട് റംല, അതിനാണ് റമദാൻ വന്നത്, ചൂട്. അതിന് ഫുഖാക്കൾ പറയും റമദാന്റെ പകൽ സമയത്ത് അന്നമില്ല വെള്ളമില്ല, അതുകൊണ്ട് പട്ടിണി കിടന്നിട്ട് കുടലിങ്ങനെ ചൂടാവും, അതുകൊണ്ടാണ് ആ പേര് വന്നതെന്ന്. ആയിക്കോട്ടെ, അത് തർക്കമില്ല. പക്ഷെ അതിനെ അധ്വാനിക്കണ്ട. ഈ ചൂടാല് സ്വർഗത്ത് പോണവർക്കുണ്ടാവും, നരകത്ത് പോണവർക്കുണ്ടാവും. കാരണം എല്ലാരും പട്ടിണിയിലാണ്. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള ഇച്ചൂട് എല്ലാവർക്കും ഉണ്ടാവും. അതിന് സമാർജിത സ്വത്ത്, അതൊരു അത്യധ്വാനം ഒന്നും അതിന്റെ പിറകിലില്ല, അത് കണ്ട് വന്നോളൂ. പക്ഷെ അതിന്റെ മേലെ ചില ആൺകുട്ടികളെ അർത്ഥം വെച്ചിട്ടുണ്ട്. അവിടെ ചൂട് എന്ന് പറഞ്ഞാൽ കൽബിന്റെ ചൂട് എന്ന് അതിന്റെ അർത്ഥം. എന്തേ? റമദാൻ ആവുമ്പോ തടസ്സങ്ങളൊക്കെ നീങ്ങി, പ്രധാനപ്പെട്ട ശൈത്താന്മാരൊക്കെ ചങ്ങലയില്ല. ചെറുകിട ശൈത്താന്മാര് പുറത്താണെന്നൊക്കെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യന്മാരെ കൂടുതൽ ശൈത്താനല്ലേ. പിന്നെ ചങ്ങലക്ക് കമ്മിറ്റിക്കാരിടണല്ലോ, അത് പറ്റൂലല്ലോ. നാളെ ഒരാൾ എന്നോട് ചോദിച്ചു, റമദാൻ മാസം ശൈത്താന്മാരൊക്കെ ചങ്ങലയിലാണെങ്കിൽ മനുഷ്യന്മാർ പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അള്ളാഹു തആല ചങ്ങലക്കടലിൽ ജിന്നുകളെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരാണ്. ശൈത്താന്മാർ 2 കൂട്ടത്തിലുണ്ട്, മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ശൈത്താന്മാരെ അള്ളാഹ് ഞങ്ങൾക്ക് ഇടൂല, അത് പിന്നെ മനുഷ്യന്മാരാണ് ഇടേണ്ടത്. അവിടെ ഗവൺമെന്റ് ഇടണില്ല എന്ന് നേരത്തെ ചെയ്ത ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അത് ഇടണില്ല. കഞ്ചാവ് പിടിക്കപ്പെടും, കാരണം നിയമവിരുദ്ധാണെങ്കിൽ. പേപ്പർ ശരിയാണെങ്കിൽ വിടും ചെയ്യും. അതപ്പോ നമ്മളെ കേരളം ഒരു ലോഡ് കൊണ്ടുവേണ്ടി പിടിക്കും, പേപ്പർ കൊണ്ടാ, പേപ്പർ ഇല്ലേ പിടിക്കും, അല്ലെങ്കിൽ വിടും. അതാണ് ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നപ്പ നോക്കണത്. ഇത് കഴിച്ച ആളുകൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ. റമദാനിൽ ഹറാം ചെയ്യുന്നവനെ പിശാച് പഴപ്പിച്ചു എന്ന് പറയല്ലേ. അവനെ പിശാച് പഴപ്പിക്കണ്ട, കാരണം അവൻ തന്നെ പിശാചാണ്. അതുകൊണ്ട് അഊദുവിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. അഊദു, ഞാൻ കാവലിനെ തേടുന്നു ബില്ലാ, അള്ളാഹിനോട്, മിനശ് ശൈത്താനിർ റജീം, റജീമാ ശൈത്താൻ ഞാൻ ആവുന്നതിനെ തൊട്ട് എന്ന് അർത്ഥമുണ്ട്. റമദാനിൽ ഹറാം ചെയ്ത ഉറപ്പാണ്, ഓനെ പുറത്തുനിന്ന് ആളൊന്ന് പഴപ്പിക്കണ്ട, ബന്ധന ശൈത്താനാ. മിനൽ ജിന്നത്തി വന്നാസ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏറ്റവും ഭീകരജീവി മനുഷ്യനാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മള് രാത്രി ഇങ്ങനെ കിടക്കുകയാണ്, അപ്പൊ നമ്മളെ റൂമിക്കൊരു നായ വന്നാൽ പേടി ഉണ്ടാവും, പക്ഷെ വലിയൊരു പേടിയൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളെ റൂമിൽ നമ്മൾ അറിയാത്ത ഒരാളെ കണ്ടാലോ ഭയങ്കര പേടി ഉണ്ടാവില്ല. കാരണം ഈ നായക്ക് കാട്ടാൻ പറ്റുന്നതിന് പരിധി ഉണ്ട്. ഇവൻ അങ്ങനെയല്ല. ഇവന്റെ കയ്യിൽ ചുറ്റികയാണോ വാളാണോ ഇരുമ്പാണോ ബ്ലേഡാണോ ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ നിലതെറ്റിയാൽ ഏറ്റവും പേടി മനുഷ്യനെയാ. അത്ര പേടി പുലിയയില്ല, കടുവയില്ല, ആനയില്ല, സിംഹത്തെയില്ല. കുറുവാ സംഘത്തിന്റെ പേടി റോഡിലൂടെയുള്ള പട്ടികൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇത് പട്ടികൾ മറ്റേ മനുഷ്യന്മാരും അല്ലേ. കുറുവാ സംഘത്തിനല്ലേ വലിയ പേടി. മനുഷ്യൻ കെട്ടുപോയാൽ അങ്ങനെയാ. കാരണം മനുഷ്യനിൽ അൽ ഖുവത്തുൽ ബഹീമിയ, അൽ ഖുവത്തു സബഇയ, അൽ ഖുവത്തു ശൈത്താനിയ, ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ അന്തർലീനമാണ്. പരീക്ഷണാർത്ഥം പടച്ചവന് സന്നിവേശിപ്പിച്ചതാണ്. അൽ ഖുവത്തുൽ ബഹീമിയ എല്ലാ ദിവസവും പേപ്പറിൽ കാണാം. അൽ ഖുവത്തുൽ ബഹീമിയ എല്ലാ ദിവസം കാണാം. പെങ്ങളെ മാനഭംഗപ്പെടുത്തി. ഈടെ അടുത്തൊരു ഉമ്മ ഒരു വീഡിയോയിൽ പറഞ്ഞ ഞാൻ കേട്ടു, +2 പഠിക്കണ മോനെ പേടിച്ചിട്ട് രാത്രി ബൾബ് ഓഫാക്കലില്ല. കേരളമേ, നാണിച്ച് തല താഴ്ത്തണ്ടേ നമ്മള്. ഇത് 1, 2 ഒന്നല്ല. എന്നോട് മുമ്പ് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോനെ +1 അവസ്ഥ പഠിക്കണേ, ഓൻ വീട്ടിൽ വന്നാൽ എനിക്ക് ഉറക്കം കിട്ടണില്ല, ഞാനൊട്ട് വാതിൽ തുറക്കലില്ല. കാരണം ഏത് അവസ്ഥയിലാണ് അവന് വരികയെന്നറിയില്ല. ഒരു പ്രാവശ്യം എന്റെ സ്ഥാനം നോക്കാതെ ഓൻ എന്നോട് സംസാരിച്ചു. അതിനുശേഷം എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. എവിടേക്ക് നമ്മളെ മക്കള് പോണ? ഇതൊക്കെ +1 +2 പഠിക്കുന്ന കുട്ടികളാ. +1 കാരണം ഖുവത്തുൽ ബഹീമിയ. ബഹായിമിനെന്താ? അമ്മയാണോ അച്ഛനാണോ നോട്ടൊന്നുമില്ല, വികാരം വന്നാ കേറുക. അതല്ല മൃഗങ്ങള്, അത് മനുഷ്യനിലുണ്ട്. പക്ഷേ അതിനെ ഇൽമ കൊണ്ട് നിർവീര്യമാക്കണം. അതില്ലാതെ മക്കളെ കാറൂരി വിട്ടിട്ട് നിങ്ങൾ ഏത് സയൻസ് പഠിച്ചിട്ടും കാര്യമില്ല, പഠിപ്പിച്ചിട്ടും കാര്യമില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല.
മക്കൾ വീട്ടിൽ വാപ്പയെ ഉമ്മയെ പെങ്ങളെ തിരിച്ചറിയാത്ത മനുഷ്യരൂപങ്ങളിലുള്ള മൃഗങ്ങളായിട്ട് മാറും. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി അൽഖുവത്തു സബഇയുണ്ട്. അത് കണ്ടാമൃഗത്തിന്റെ സ്വഭാവമാണ്. അത് മനുഷ്യനിലുണ്ട് എന്ന് ഗസാലി ഇമാമ രേഖപ്പെടുത്തിയത്, ഞാനല്ല. അൽഖുവത്തു സബഇയ അതാണ് നമ്മൾ നോമ്പിന്റെ നേരെ മുമ്പ് ചുറ്റിക്കൊണ്ട് 5 ആളെ കൊന്നു. 6ാമത്തേന് കൊല്ലാൻ വേണ്ടി തന്നെ അടിച്ചത്, പക്ഷെ മരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ സങ്കടം ഓനിപ്പോഴും തീർന്നിട്ടില്ല. ഓനിപ്പോ ആകെ സങ്കടം പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ ഓനക്ക് മീനും ഇറച്ചും കിട്ടണില്ല, പച്ചക്കറി കിട്ടുള്ളൂ എന്നുള്ള. നോക്കാൻ നിങ്ങൾ ഇറച്ചും മീനും ഇല്ല എന്നപ്പോ ചോദിക്കുന്നത്. 6 ആളെ കൊന്നിട്ട് ഇറച്ചിന്റെ കമ്മിയപ്പോ അൽഖുവത്തു സബഇയ അതങ്ങട്ട് മികച്ചാൽ ഇതിനൊക്കെ കാരണം എന്താ പണ്ട്? അതൊക്കെ നേരത്തെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാ. മനുഷ്യനിലുണ്ട് കണ്ടാമൃഗത്തിന്റെ സ്വഭാവം. അത് നമ്മൾ ചങ്ങല കെട്ടിട്ട് ബന്ധനസ്ഥമാക്കുകയാണ്. അത് കൂടഴിച്ച് പുറത്തു വിട്ടാൽ ചുറ്റികല്ല, ബ്ലേഡ് കൊണ്ട് കൊല്ലും 10 എണ്ണത്തിനെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ചിന്തിക്കണേ. റമദ് എന്ന് പറഞ്ഞാൽ കൽബിന് ചൂട് കയറുന്ന മാസമാ. എന്താണ് കൽബിന് ചൂട് കയറുന്നത്? റമദാനിൽ വാളുകൾ അധികരിക്കുന്നതാ, ഉപദേശങ്ങൾ അധികരിക്കുന്നതാ, കേൾക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാ. അപ്പോൾ അല്ലാഹ് എന്നങ്ങ് കേട്ടാൽ പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും, അതുകൊണ്ട് ഹൃദയത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്നതാ. അങ്ങനെ അല്ലാഹനെ കേട്ട് ഖൗഫിന്റെ തീയ് ഹൃദയത്തിൽ പ്രോജ്വലിക്കുന്നതാ. അതുകൊണ്ടാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. അതിലാണ് നമ്മൾ ഉയരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ ദിവസം ഈ 30 ദിവസത്തിനിടയിൽ ഒറ്റ ദിവസം അല്ലാന്ന് വിളിച്ചിട്ട് കണ്ണിന്റെ കൊടിയിന്ന് കവിളുത്തടങ്ങളിലൂടെ ബാഷ്പം കണ്ട് ഒഴുകണം. അവിടെ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കരയണില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളി എന്ന് മുഹമ്മദ് മുസ്തഫ. 26 നീട്ടി വെക്കണ്ട അതിന് മുമ്പ്. കാരണം അന്ന് നമ്മൾ ഉണ്ടോന്ന് അറിയില്ലല്ലോ. നോമ്പ് 1 തുറന്ന ആളിന്ന് ഖബറില. എൻ്റെ അറിവില് ആള് നോമ്പ് 1 ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തറാവി സ്കെച്ച് ആളാ. അപ്പൊ ഖബറിൽ അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ അറിവിലുണ്ട്. നിങ്ങളെ അറിവില് വേറെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോ ഇന്ന് നോമ്പർക്കൊന്ന് ഉറപ്പുണ്ടോ? ഇന്ന് നോമ്പർക്കൊന്ന് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇത് കേട്ടാൽ അപ്പോഴും തന്നെ കൽബിന്റെ ഉള്ളിൽ കിട്ടണം. പക്ഷേ ഇന്ന് കൽബിയ ഹാല് കുറവാണ്. ഒക്കെ ഇങ്ങനെ ഒക്കെ ക്യാമറയും ഒക്കെ ലൈവും ഒക്കെ അങ്ങനെ എല്ലാ പരിപാടിയും അങ്ങനെയായി. ഒരു ഉംറ ചെയ്യുകയാണെങ്കിലും ബാക്കിൽ ക്യാമറ, സുജൂദ് കിടക്കണേ ക്യാമറ, ദ്വാക്ക് നേതൃത്വം കൊടുക്കണേ ക്യാമറ, എല്ലായിടത്തും അതായി. അല്ലാ പഠിച്ചവനൊക്കെ ലൈവായി. സുജൂദ് കിടക്കുമ്പോഴും തറാവിയും നമ്മളെ എല്ലാ ഹസനാത്തും ഇപ്പൊ ക്യാമറയിലല്ലോ. ഹജ്ജ്, ഉംറ, നിസ്കാരം, ഇമാമത്ത്, ജമാഅത്ത്, ദുആ, ദിക്ർ, അൽക്കാ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, സക്കാത്ത് ഒക്കെ എല്ലാം ക്യാമറയിലാണ്. നേരെ മറിച്ച് നമ്മളെ മോശത്തരങ്ങളൊക്കെ ക്യാമറയിലാലും എനിക്ക് ഇവിടെ വളരാൻ പറ്റും. നിങ്ങളിരിക്കണ്ട, നിങ്ങൾ അതിനേക്കാളും കൊപ്പരേനിക്കാരം അല്ല. ഒരു മനുഷ്യന് ഹസനാത്ത് ഉണ്ടാവും, സയ്യാത്തും ഉണ്ടാവും. ഈ ഹസനാത്ത് ക്യാമറയിലായതുപോലെ സയ്യാത്ത് ക്യാമറയിൽ വന്നാൽ ക്യാമറ വേണ്ടാന്ന് പറഞ്ഞതിനർത്ഥമില്ല കേട്ടോ. ഇവിടെ അസ്ലമസരിയൊക്കെ ഉണ്ട്. ക്യാമറന്റെ ദൈവത്തിന് ക്യാമറ തന്നെ വേണം. ഇന്നത്തെ കാലാണ്. ഞാൻ അതല്ല പറയണത്. എന്ത് അനങ്ങിയാലും ഇപ്പം മക്കത്തൊക്കൊന്നാണ് പോകാൻ വയ്യ. ബാക്കിൽ ക്യാമറക്കാർ നടക്കുകയാണ്. നമ്മൾ മര്യാദ ഒരു കുന്നിൻ്റെ മുകളിൽ രാത്രി തണുപ്പിന് പോയിരിക്കാന്ന് വെച്ചാലും ഈറ്റങ്ങൾ വിടില്ല. അതാണ് സ്വകാര്യമായിട്ടുള്ള ഒരു ഹസനാത്ത് ഇന്ന് വളരെ കുറവാണ്. പരസ്യമൊക്കെ ഫ്ലാഷാക്കാണ്. അതാണ്. പക്ഷെ അവിടെ നോമ്പ് ഒഴിവാവട്ടെ. കാരണം നോമ്പ് ക്യാമറയിൽ വരില്ല. നിസ്കാരം വരും, സക്കാത്ത് വരും, ഹജ്ജ് വരും, ഉംറ വരും, ഒളു വരും, ഒക്കെ വരും. നോമ്പ് വരില്ല. ആരെങ്കിലും ക്യാമറയിൽ നോമ്പ് കാണിച്ചു തരുമോ? ഇല്ല. അതാണ് അല്ലാഹു പറഞ്ഞത് അസ്സൗമുലി അസ്സൗമുലി സൂമൂലി റുയത്തിഹി. അല്ലാഹനെ കാണാൻ നിങ്ങൾ നോമ്പ് വെക്കുക. വഫ്തിറു ലി റുയത്തി. അല്ലാഹനെ കാണാൻ നിങ്ങൾ നോമ്പ് തുറക്കുകയും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ. ലമീർ ചന്ദ്രനിലേക്ക് മടക്കിയ ആൾക്കാരുണ്ട്, അള്ളാഹിലേക്ക് മടക്കിയ ആൺകുട്ടികളുണ്ട്. രണ്ടും കിതാബിലുള്ളതാണ്. രണ്ടായിട്ടുള്ള കിതാബാണ്. ലമീർ അള്ളാഹിലേക്ക് മടക്കിയാൽ അവന് ജീവിതം മുഴുവനും നോമ്പാണ്. അവന്റെ പെരുന്നാളിന്റെ പേരാണ് അൽ മൗത്ത്.
മരണം ഓന് പെരുന്നാളാണ്. മരണമേ നീ എന്നെ മാടി വിളിച്ചോ, കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചോ. അതാണ് മരണം പെരുന്നാളാണ്. ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. അള്ളാഹു നമ്മൾ പൊടുത്തട്ടെ. ഓ വല്ലാത്ത രസമല്ലത്. ഒരുങ്ങിങ്ങനെ നിന്നാൽ അസറായിൽ ഇങ്ങനെ വരുമ്പോൾ, പണ്ടൊരു വലിയ മഹാന് കിതാബ് എഴുതുമ്പോൾ അസറായിൽ വരുന്നു. അപ്പം പറഞ്ഞു വേഗം പിടിച്ചോളി 40 കൊല്ലമായിട്ട് നിങ്ങളെ കാത്തിക്കണ്ട് പറഞ്ഞു. അന്ന് അസറായിലിന് ആളുകൾ കണ്ടിരുന്നു. ഇരിക്കണ സമയത്ത് അസറായിൽ വരുമ്പോഴേ മൂപ്പര് പറയാ വരെ ഞാൻ 40 കൊല്ലമായിട്ട് നിങ്ങളെ കാത്തിക്ക, വേഗം കൊണ്ട് ഈ ചീഞ്ഞ ദുന്യാവെന്നൊന്ന് ആണ്ട് വന്നിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി ചിരിച്ചത്, മോളെ കരയണ്ട, ഞാൻ പോയാ ആദ്യം എന്റെ അടുത്തേക്ക് കുടുംബത്തിന്ന് വരവേ ഇയ്യാണ് എന്ന് ചിരിച്ചു. ഈ നോമ്പിനാണ് സംഭവിച്ചത്. ഇങ്ങനത്തെ ഒരു നോമ്പിന് നമ്മളെ വാപ്പ മരിക്കണ സമയത്ത് വാപ്പാന്റെ ആ വേർപാടിന്റെ രംഗം ഇങ്ങനെ കണ്ടിട്ട് നൊമ്പരപ്പെട്ട് നമ്മൾ കരയുമ്പോ വാപ്പച്ച അടുത്ത് കളിച്ചിട്ട് മോനെ കരയണ്ട, ആദ്യം മരിച്ചല്ലേ ഇയാണെന്ന് പറഞ്ഞാൽ ചിരിക്കുക ചെയ്യാ, കരച്ചില് കൂടുക ചെയ്യാ. കരഞ്ഞ നാളെ ആംബുലൻസ് കൊണ്ടുപോണ്ടി വരും. പിന്നെ ഇതല്ല, മോളിങ്ങനെ കരഞ്ഞപ്പോ വാപ്പ സന്തോഷിപ്പിച്ചിട്ട് പറയാണ്, മോളെ കരയണ്ട, ദുന്യാവെന്ന് എന്റെ അടുത്തേക്ക് ആദ്യം വരവ് ഇയ്യാണ്. 6 മാസം ഉണ്ടായിട്ടുള്ളൂ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട്. അനുരാഗ രോഗമായി ആളിക്കത്തി, അതിലാണ് ഫാത്തിമ ബീവി വഫാത്തായത്. അല്ലാതെ സഹാബാക്കൾ ഇടവിട്ട് കരിച്ചതല്ല. അതൊക്കെ ഷിയാക്കളുടെ പാളക്ക കിതാബുകളിൽ നിന്ന് ഛർദിക്കുന്ന വൃത്തികെട്ട ചില പ്രബോധകന്മാരുണ്ട്. അവരുടെ പോയസമുള്ള നാവിന്റെ അപകടത്തിൽ നിന്ന് കേരള മണ്ണിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് ഞാൻ അയ്യുഹല്ലദീന ആമനൂ, ഇത് തിരിഞ്ഞാൽ നോമ്പ് കിട്ടി. അത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ബാർബർ ഷാപ്പിലെ കസാര പോയിരിക്കുക നല്ലേ. എന്നാ കുറച്ചിങ്ങനെ തിരിഞ്ഞോളൂ. എന്താണത്? നിദാഉം മിനൽ ഹബീബി ലിൽ ഹബീബ്. നിദാഉം മിനൽ ഹബീബി ലിൽ ഹബീബ്. ഞാൻ പറയല്ല, റൂൽ ബാനിലുണ്ട്. നിദാഉം മിനൽ ഹബീബി ലിൽ ഹബീബ്. അയ്യുഹ തംബീഹും മിനൽ ഹബീബി ലിൽ ഹബീബ് അല്ലദീന ആമനൂ ഷഹാദത്തും മിനൽ ഹബീബി ലിൽ ഹബീബ്. ഇത് റൂഹുൽ ബയാൻ എന്ന കിതാബിലുള്ള ഇങ്ങനെയാ. നേരെ മറിച്ച് വേറൊരു കിതാബിലുണ്ട്, ഇമാം ഖുശൈരി തങ്ങളുടെ കിതാബിലുണ്ട്. അത് അത്ഭുതപ്പെട്ടു പോയി. യാ എന്നുള്ളതിലെല്ലാം 4 വിഷയമുണ്ട് എന്ന് അവര് പറയുന്നത്. യാ തംബീഹുൽ ഗാഫിലീൻ 1, തഹരീഖുസ് സാക്കിനീൻ 2, ഇഹ്ലാറുൽ ഗായിബീൻ 3, തസ്ബീഖുൽ മുരീദി 4. അപ്പൊ 40 മണിക്കൂറാണ്. യാ അയ്യുഹല്ലേ യാ. ലതായിഫുൽ ഇശാറത്ത് ഇമാം ഖുശൈരി തങ്ങളുടെ കിതാബാണ്. യാ എന്നുള്ള ഒറ്റ അക്ഷരത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത്. 1 തംബീഹുൽ ഗാഫിലീൻ. എന്താ തംബീഹുൽ ഗാഫിലീൻ? ശ്രദ്ധയില്ലാത്ത ആൾക്കാരെ ഉണർത്തുക, അതിനാണ് യാ എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഉള്ളിലുള്ള അലാറാണ്. കണ്ണ് താഴ്ന്നാൽ പുറത്ത് അലാറം വെച്ചാൽ മതി, എണീച്ചോളും. പക്ഷെ കൽബിന് ഒരു ഉറക്കം വരാണ്ടായ അലാറം കൊണ്ട് എണീക്കൂല. ഗാഫിൽ, ഒരു മനുഷ്യനെ ഈമാൻ ഊരിയിട്ട് പഴപ്പിക്കാൻ പിശാച്ച് പ്രഥമ പടിയായി കൊടുക്കുന്ന മയക്ക് പായസത്തിന്റെ പേരാണ് ഗഫലത്ത്. അത് നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ ഓവർ ആയാൽ വൈലുൽ ലിൽ മുസല്ലീൻ. നോമ്പിലുണ്ടായാൽ റുബ്ബ സ്വാമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ. ഹജ്ജ് ഒക്കെ അങ്ങനെ തന്നെ. ഈ ഗഫലത്ത് വന്ന ഒക്കെ നരകത്തേക്കുള്ള പണിയേറ്റ് മാറും. അവിടെയാണ് അല്ലാഹ് പറയുന്നത്, യാ അതിനാണ് ശുജായ് ഉസ്താദ് മനോഹരമായ വരികളിലൂടെ പ്രകാശിപ്പിച്ചത്. അകക്കൺ തുറന്നൊന്നി നോക്കൊന്നി മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, ഫന്തം ഫീടിച്ചാൽ ഫജ്റാമോ പൊട്ട. യാ എന്നതാണ് വിശദീകരിച്ചത്. അകത്തെ കണ്ണ് തുറന്ന് നോക്കുമൂടാ. ഇവിടെ ഒരു കണ്ണുണ്ട്, അത് തുറന്നാലേ മനുഷ്യന്റെ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇക്കണ്ണ് തുറന്നാ പോത്തിന്റെ നമ്മളും പണി ഒന്നെന്നാവും. എന്താ പണി? പോത്ത് രാവിലെ എണീക്കും, നമ്മൾ രാവിലെ എണീക്കും. പോത്ത് മൂത്രയ്ക്കും, നമ്മൾ മൂത്രയ്ക്കും. പോത്ത് തിന്നും, നമ്മളും തിന്നും. പോത്ത് ഉറങ്ങും, നമ്മളും ഉറങ്ങും. പോത്ത് ഉണരും, നമ്മൾ ഉണരും. പോത്ത് എണ ചേരും, നമ്മൾ നിക്കാതെ നോമന പേരിട്ടിട്ട് എണ ചേരും. പോത്ത് ചാവും, മയമാക്ക മരിക്കും. വേറെന്താ വ്യത്യാസം? ഇത് തുറന്നാൽ അത്ര ഉണ്ടാവും.
പക്ഷെ ഇവിടെ ഒരു കണ്ണുണ്ട്, അത് പറഞ്ഞാലോ മനുഷ്യന്റെ പണിയെടുക്കാൻ പറ്റും. അപ്പോഴാ മനുഷ്യന്റെ പണിയെടുക്കാൻ പറ്റും. അപ്പോഴാ മനുഷ്യന് മാർക്കറ്റ് ഉള്ളത്. മനുഷ്യന്റെ മാർക്കറ്റ് റൂഹ, ജിസ്മിലല്ല. ജിസ്മിന് മാർക്കറ്റ് പോത്തിനാണ്. പോത്തിന് നമ്മൾ വാങ്ങല് എത്ര തൂക്കുണ്ട് നോക്കിയിട്ടാ, കുറകിന്റെ കട്ടി ഇങ്ങനെ നോക്കിയിട്ടാ വാങ്ങല്. കാരണം അപ്പോഴേ ഉദയത്തിന് മാംസം എല്ലാവർക്കും അല്ലെങ്കിൽ അക്കൈക്കൊക്കെ തികയുള്ളൂ. മനുഷ്യന്റെ മാർക്കറ്റ് ഇറച്ചിമലല്ല. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരിക്കണം നമ്മളെ മോളെ കൊണ്ട് ഓനെ കെട്ടിക്കാൻ 102 കിലോ തൂക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നോ? നല്ല സാധനമാണ്. നമ്മളെ അദ്രാമാനെ കൊണ്ട് കെട്ടിക്കാൻ 102 കിലോ തൂക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നോ? പറയില്ല. കാരണം എന്താ? പള്ള നോക്കിയിട്ടല്ല കല്യാണം. വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അത് ഈമാനിക രീതിയിൽ മനുഷ്യന്റെ റൂഹിന. അവിടേക്കാണ് അല്ലാഹ് പറയുന്നത് അത് തംബീഹുൽ ഗാഫിലീന. അള്ളാന്റെ ഈ വിളി ശ്രദ്ധയില്ലാതെ പൈശാചികമായ മയക്ക് പായസം കുടിച്ചുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ കറങ്ങുന്നവരില്ല. ആനകളെ പോലെ ചവിട്ടി മതിച്ച്, പുലികളെ പോലെ കടിച്ചു കീറി, പാമ്പുകളെ പോലെ വിഷമൂതി, തേളുകളെ പോലെ കുത്തിനോവിച്ച്, പെരിച്ചായികളെ പോലെ ഉറക്കൊഴിച്ച്, റമദാനിലും തറാവിയില്ല, പള്ളിയില്ല, ഖത്മുൽ ഖുർആനില്ലാതെ കാറൂരി വിട്ട മൃഗങ്ങളെ പോലെ അലയുന്നവരില്ലേ, ബൈക്കിൽ തണ്ടുന്നവരില്ലേ, ബുള്ളറ്റിൽ പാറുന്നവരില്ലേ, ആർഭാട കാറുകളിൽ ചീറിപ്പായുന്നവരില്ലേ. അവരോട് പറയാൻ കഴിയണം, അകക്കൺ തുറന്നൊന്നി നോക്കൊന്നി മൂട, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. മോനെ, നിന്നെ അല്ലാഹു വിളിക്കുന്നുണ്ട് മോനെ. ചിലപ്പം മഹാബടക്കായിരിക്കും, എന്നാലും സ്വീകരിച്ചിരുത്തിയിട്ട് നല്ല 2 വർത്താനം പറഞ്ഞ് നന്നാക്കാൻ പറ്റും. മുസ്തഫാ നബിന്റെ അടുത്തേക്ക് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിമാ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇസ്ലാം സ്വീകരിച്ച പിന്നെ വ്യഭിചരിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. വ്യഭിചരിച്ചിട്ട് മുസ്ലിമാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ച്. നമ്മളാണെങ്കിലോ പുതിയ ചെരുപ്പാണെങ്കിലും അതടിച്ച് തൂവാനകുലേ. എന്താണ് 2 കാര്യം. ഒന്ന് എന്താ ചോദിച്ചത്, 2 ആരോടാ ചോദിച്ചത്. ചോദിക്കപ്പെടുന്ന ആളുടെ കഥനനുസരിച്ചുകൊണ്ട് ചോദ്യത്തിന് മോശത്തരം കൂടൂലേ. ഇങ്ങനെ ഒരാളിഞ്ഞ് ലോകത്തുണ്ടോ? അവരോടൊന്നിട്ട് നേരിട്ട് ചോദിക്കില്ല, ഓപ്പണായിട്ട്. വ്യഭിചരിക്കും വേണം, മുസ്ലിമാവും വേണം, അതിന് ഓപ്ഷൻ ഉണ്ടോന്ന് വെച്ച്. അള്ളാഹുവിന്റെ റസൂൽ അടിച്ചോടിച്ചില്ല, ഓനെ തള്ളി മാറ്റിയില്ല. സാസിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. സാസിൽ നെയ്സാന്ന് പറഞ്ഞില്ല, അവിടെ ഇരിക്ക് വഴി ഉണ്ടാക്കാറുണ്ട്. ഓനല്ല എന്തോ ചോദിക്കാൻ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. അവനായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വളരെ സൈക്കോളജിക്കലായിട്ട ചോദ്യം. മോനെ, ഉമ്മ ഉണ്ടോ? ഉണ്ട്. ഉമ്മാനെ വേറെ ആരെങ്കിലും വന്ന് വ്യഭിചരിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മാനെ എനിക്ക് ഈ മസിലുള്ളിടത്തോളം നടക്കൂലാറില്ല. പെങ്ങളുണ്ടോ? പെങ്ങളുണ്ട്. പെങ്ങൾ ആരെങ്കിലും ഒന്ന് കാര്യം പിടിക്കുകയാണെങ്കിലോ തട്ടി മാറ്റും ഞാൻ അവനെ എന്ന് പറയും. എനിക്ക് മോളുണ്ടോ? മോളാരെങ്കിലും ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന്റെ ഹയാത്തിൽ നടക്കൂലാറില്ല. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. ഭാര്യ ഉണ്ടോ? ഭാര്യനെ ആരെങ്കിലും കാര്യം പിടിക്കാൻ ഭാര്യനെ നോക്കിയോന്റെ കണ്ടുണ്ടാവൂല. അപ്പൊ ഇപ്പൊ ഈ കാര്യം പിടിക്കാൻ പോകുന്നത് ഒന്നുകിൽ വേറൊരുത്തന്റെ ഉമ്മ, അല്ലെങ്കിൽ മോള്, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ ഭാര്യ. നീ പറഞ്ഞ എന്റെ ജീവിതകാലത്ത് നടക്കൂല. അപ്പൊ അവന്റെ ജീവിതകാലത്ത് നടക്കാൻ പറ്റുമോ? ഈ ചെയ്യുന്നത് ഇപ്പൊ ആ പണിയല്ലേ എന്ന് വെച്ച് ഈ ആർത്തിയോടെ വന്നവൻ പൊട്ടിക്കരഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അയാൾ പറഞ്ഞു, ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വ്യഭിചാരമായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു പണി വ്യഭിചാരമാ. കാരണം റമദാനിൽ കുറെ കുട്ടികളെ കിട്ടും. ഈ സൈസ് കുറെ ആളുകളെ ചവറുകളായിരിക്കും റമദാനിൽ പെട്ടെന്ന് മാറ്റി മരിക്കാം. സുബീക്ക് ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. പള്ളിയിലുള്ള ഖതീമാരോടെ ഞാൻ പറയുന്നത് ആ സമയം വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ മുഹമ്മദ് മുസ്തഫ. ഞാൻ എത്ര തിരക്കാണെങ്കിലും സുബീക്ക് എന്റെ പള്ളിയിൽ 1/2 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ആളാ എല്ലാ ദിവസവും. തറ തിരക്കാണെങ്കിലും വിദേശത്ത് പരിപാടിക്ക് പോലും ക്ലാസ്സിനെ എത്താറുണ്ട്. ചിലപ്പോ ദുബായിൽ വയലിന് പോയിട്ട് പിറ്റേന്ന് പള്ളിയിൽ സുബീ ക്ലാസ്സിനെത്തി. ആ സമയം ഏതാണ്? ഒരു മാലിൽ ഒരു ഖതീബ് നിൽക്കുകയാണെങ്കിൽ ഏറെക്കുറെ കടമ അതുകൊണ്ട് ഇരും. സുബീന്റെ ശേഷമുള്ള 1/2 മണിക്കൂറല്ല 10 മിനിറ്റ് ഒരു ക്ലാസ് വേണ്ട, ക്യാപ്സൂൾ മതി, തലേക്ക് തരിപ്പി കയറും. ആ സമയം ഏതാണ്? ഇന്നും ഞാൻ സുബീഖിന്റെ പള്ളിയിൽ 1/2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് ട്രെയിൻ കയറിയത്. ഇന്നും ആ സമയം ഏതാണ്?
കുട്ടികൾ നന്നാവും, കുട്ടികൾ അടിമുട്ടി നന്നാവും. നന്നായി കഴിഞ്ഞാൽ ക്ലാസ് എടുത്തോന്റെ മേലെ കയറും. അതാണ്ടാകുക. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഞാൻ പഴയ കാലത്ത് ഒരു പ്രായമുള്ള തങ്ങൾ എന്നോട് പറഞ്ഞൊരു കഥ ഓർക്കാറുണ്ട്. ഈ വണ്ടൂർ ഭാഗത്ത് മാമുട്ടിയിൽ നിന്നിട്ട് ഒരാളുണ്ടായിരുന്നു, വലിയ മഹാനായിരുന്നു. അന്ന് മൈക്കുള്ള കാലല്ല. അവരിങ്ങനെ വാല് പറയുമ്പോ ആളുകളുടെ കൽബ് നോക്കിയിട്ടാ വാല് പറയാം. ഓലിങ്ങനെ വാല് പറയുമ്പോ ഒരു കള്ളുടിയാനെ പള്ളിയിൽ കയറി. അന്നത്തെ കള്ളുടിയാൻ എന്നാണ്, അന്ന് കുടിയാണ്. ഇന്നിപ്പോ കുടിയൊന്നുമില്ല, ഇന്ന് കുടിയും കടിയൊന്നുമില്ല. ഇപ്പൊ വേറെ പല രീതിയുള്ളത്. സ്റ്റിക്കർ, മിഠായി, ബലൂണ്, പേന, MDMA. അത് പല്ലിന്റെ ഇടക്ക് ഒരു പഞ്ചസാര തരിന്റെ വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വെച്ചാല് 10 മിനിറ്റ് വെച്ച് 58 മണിക്കൂർ വാപ്പാരാന്ന് മനസ്സിലാവില്ല. 58 മണിക്കൂർ വാപ്പാരാൻ തിരിയില്ല, ഉമ്മാരാന്ന് മനസ്സിലാവില്ല. ഇവനെന്നെ 6 ആളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ചുറ്റി പിടിച്ചപ്പോ ധൈര്യം കിട്ടാൻ വേണ്ടി ലഹരിയാണ് സ്വീകരിച്ചത്. അതിന് മുമ്പ് ആഷിഖ് എന്നൊരു ചെറുപ്പക്കാരൻ ഉമ്മാനെ കൊന്നത് MDMA ആളാണ്. ഇതൊക്കെ ലഹരിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽ ഖംറു ഉമ്മുൽ ഖബായിസ് മുഹമ്മദ് മുസ്തഫ. വിദ്യാലയങ്ങളിലും ഒരു വേള ആരാധനാലയങ്ങളിലും വരെ ലഹരിയുടെ വിളയാട്ടം നടക്കുന്ന കാലമാണ്. ആരാധനാലയങ്ങളിൽ വരെ. അല്ലാഹു കാത്ത്. ഇപ്പൊ അടുത്ത എന്നോട് ഒരാൾ പറഞ്ഞ തറാവീക്ക് വന്നപ്പോ മിനാരത്തിന്റെ ചോട്ടുന്ന് കഞ്ചാവിന്റെ കെട്ട് കിട്ടി. മിനാരത്തിന്റെ ചോട്ടുന്ന്. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷെ അവര് തറാവീക്ക് കയറിയിട്ടുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു കള്ളുടിയൻ വന്ന് കയറി. അന്നത്തെ കാലത്ത് ഗൗരവമാണ് കള്ളുടിയൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ നാട്ടിൽ ഒരു കള്ളുടിയൻ ഉണ്ടായിരുന്നു. അയാളെ 3 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങൾ സ്കൂൾ കുട്ടികൾ രണ്ടപ്പുറത്ത് കാലും കൈ മറിച്ചിട്ട് ഞങ്ങൾ മാന്നൊളിച്ചോടും. അയാളെ ചിലപ്പോ കള്ള് ആ സമയത്ത് കുടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അയാള് കള്ളുടിയനാന്നറിയാം. പിന്നെ അയാളെ കണ്ടോടൊക്കെ പേടിയാ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ആര് പേടിക്കാനാ? കാലം മുഴുവന് തന്നെയല്ലേ. പിന്നെ ആരെ പേടിക്കാനാ? അതെന്നെ കുപ്പി വാങ്ങി കുലുക്കി കുടിക്കണ കള്ളാണോ? അല്ലല്ലോ. ഇതങ്ങോട്ട് ചെന്നാ ഡോസ് കൂടിയിട്ട് മനുഷ്യനെ കൊല്ലാൻ തോന്നുന്ന സൈസ് സാധനങ്ങൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണുന്ന ഗെയിംസോ ആളെ കൊല്ലാൻ എല്ലാം തന്നെ. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മനുഷ്യനെ കശ്മലനാക്കുന്ന ഓരോ രംഗങ്ങൾ. അതാണ് അമിതലങ്ങൾ മലീമസമായ കാലം എന്ന് പറയാൻ കാരണം. കാലം മലീമസല്ല, കാലം മോശമൊന്നല്ല, മോശം നമ്മളാ. പിന്നെ എങ്ങനെ പറയണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്ററോട് വെച്ച്, മാഷെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള കള്ളവണ്ടി എപ്പോഴാണ് വരിക എന്ന് വെച്ച്. സ്റ്റേഷൻ മാസ്റ്ററിന് കള്ളവണ്ടി ഇതിൽ കൂടി വരണില്ലല്ലോ, എന്താ നിങ്ങൾ ഈ പറയണ? നിങ്ങൾ പറഞ്ഞാൽ പറ്റൂല. എൻ്റെ മക്കൾ ഇന്നലെ വിളിച്ചു പറഞ്ഞാണ് ഉച്ചക്കുള്ള കള്ളവണ്ടിയിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, ഇനി വരാനുള്ളത് പരശുരാമാണ്. നിങ്ങളെ മക്കളാ പറയാൻ കാരണം, കള്ളവണ്ടി എന്ന് പറയാൻ കാരണം ഞങ്ങളെ മക്കൾ ടിക്കറ്റ് എടുക്കാതെ കയറും, ഓല കള്ളത്തരം വണ്ടി കിട്ടതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇപ്പോഴും മോശപ്പെട്ട കാലം എന്ന് പറയുന്നത്. കാലത്തിനൊരു മോശമില്ല, മോശം മൊത്തം ഞമ്മക്കാ. അത് നമ്മൾ കാലത്തിനാണ്ടിട്ട് നമ്മൾ വലിയ ശുചായികളും. ഖുർആൻ പറയണേ ഇതിന് നേരെ എതിരാ. കാലം സാക്ഷി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ മോശമാ. നമ്മളത് എന്താക്കി? വൽ ഇൻസാൻ, മനുഷ്യൻ സാക്ഷി ഇന്നൽ അസ്ര ലഫീ ഖുസ്ർ. കാലം വളരെ മോശമാണ്. നമ്മൾ ആദ്യം ചെയ്ത ഖുർആനോടുള്ള അക്രമമാണ്. അത് തിരുത്തണം. കാലത്തിനൊരു മോശമില്ല. ഇത് ഖുദ്സിയായ ഹദീസാണ്. പിന്നെ തങ്ങൾ പറയും നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ല, കിതാബിലുണ്ട്, ജമാൻ ഫസാദ് കിതാബിലുണ്ട്. അത് പറയും. പക്ഷെ അർത്ഥം എങ്ങനെ വെക്കണം? കാലത്തിന് മോശമില്ല. അത് പറഞ്ഞവർക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. ഞാനും പ്രസംഗിക്കാൻ അങ്ങനെ തന്നെ, മോശപ്പെട്ട കാലം എന്നാ. പക്ഷെ അവിടെ അർത്ഥം വെക്കണം എങ്ങനെ? മോശം ഈ പറഞ്ഞോനാ, കാലത്തിനൊരു മോശമില്ല. നമ്മൾ അയ്പ കാലത്തിനിട്ടിട്ട് നമ്മളെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. പക്ഷെ കാലം നമ്മളെ വിടൂല. കാലം പുറകിലുണ്ട്. അതുകൊണ്ട് ദീർഘമായി ചിന്തിക്കണം. മനുഷ്യൻ ഒരുപാട് സമയം ഇരുന്ന് ചിന്തിക്കണം. അപ്പൊ അവന്റെ ഹൃദയത്തിൽ നന്മ കിളിർത്ത് വരും. അതാണ് ചിന്തയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിഫ്താഹ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. മമ്മൂട്ടിയിൽ ഇങ്ങനെ വാദം പറഞ്ഞപ്പോ കള്ളുടിയൻ വന്ന് മജ്ലിസിലിരുന്നു. കള്ളുടിയനെ കണ്ടപ്പോ മമ്മൂട്ടിയിൽ ശക്തമായിട്ട് കള്ളിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് ഒരു സ്വഭാവമുണ്ട്. മുതലാളിമാരൊക്കെ തെറ്റിയാണെങ്കിൽ പരസ്യമായിട്ട് നീച്ചെന്ന് പറയും. പാവങ്ങൾ തെറ്റിയാണെങ്കിൽ റൂമിൽ കുളിച്ചിട്ട് സ്വകാര്യം പറയും. ഇന്നത്തേന് നേരെ എതിര്. ഇന്ന് നമ്മളൊക്കെ പരിപാടി എന്താ? ആർഭാ നടത്തിയ കല്യാണം പൊരയിലെ
ആ പുരക്കാരൻ മാലിയിലെ വലിയ മുതലാളിയാണെങ്കിൽ മൈക്കില്ല, കറണ്ടും ഇല്ല, ഓണാകണമില്ല. മൂലർക്കാണെങ്കിൽ പ്രസവിക്കാൻ വയ്യ, കൊരയാണ്. പാവപ്പെട്ടാനാണെങ്കിൽ അടിച്ചു കീറി തേച്ചൊട്ടിച്ച് ഭയങ്കര വയലുമാണ്. നേരെ എതിരാൻ പറ്റൂലരും. മുതലാളിമാര് തെറ്റെയ്താ പരസ്യമായിട്ട് വരും, പാവം തെറ്റെയ്താ റൂമിൽ കുളിച്ചിട്ട് മെല്ലുമ്പോ. കാരണം ഹാലിക്കായ റബ്ബിനല്ലാതെ ഒരു ഹൽക്കിനും പേടിയില്ല. കള്ളുടിയൻ വന്ന് കയറിയപ്പോ ഒരു കള്ളിനെ കുറിച്ച് പറഞ്ഞപ്പോ കള്ളുടിയനെ മനസ്സ് കണ്ടുകൊണ്ട് ചില സമയമാണ് മനസ്സ് കണ്ടുകൊണ്ട് എല്ലാരും സാസ് പിരിഞ്ഞു പോയിട്ടും കള്ളുടിയാൻ പോണില്ല. മാമുട്ടിയിലേര് റൂം പോയപ്പോ അവനും എല്ലാം വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം. അവര് വലിയ സൗണ്ടാണെന്ന് പറഞ്ഞ മാമുട്ടിയിലേര്. ഞാനാണ് ഉസ്താദ് നേരത്തെ പ്രസംഗത്ത് പറഞ്ഞ കള്ളുടിയാന് എന്ന് പറഞ്ഞു. ഇവനെ കള്ളുടിയാനാണെന്നപ്പോ ഉസ്താദ് പറഞ്ഞിട്ടില്ല, കള്ളിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ഇപ്പൊ എന്തിനാ വന്നത്? ഉസ്താദെ എനിക്ക് ഈമാനോടെ മരിക്കണം, അത് നിങ്ങളൊന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. മാമുട്ടിയിലേര് ഇനി കള്ളുടിക്കോ? ഇനി ഞാൻ കള്ളുടിക്കൂല ഉസ്താദെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പഠിച്ചോന്റെ മുമ്പിൽ ശപഥം ചെയ്യാണ്, ഞാൻ കള്ളുടിക്കൂല, എനിക്കൊന്ന് ഈമാനോടെ മരിക്കണം എന്ന് പറഞ്ഞു. 1/2 മണിക്കൂറത്തെ അതുകൊണ്ട് മനുഷ്യൻ നന്നാണോക്കെ നിങ്ങൾ ഇനിയാണ് നിങ്ങളെ കേൾക്കണ്ട കേട്ടോ. അപ്പൊ മാമുട്ടിയിലേര് പറഞ്ഞു, ഇനി എനിക്ക് നന്നായി മരിക്കണം എന്നുള്ള തീരുമാനം ഓക്കെ ആണോന്ന് വെച്ച് അതിനായിട്ടാണ് പുസ്തകത്തിന്റെ അടുത്ത് വന്നത്. എന്നാ ഇവിടെ എൻ്റെ ഒപ്പം കൂടിയൊക്കെ പുറത്തിറങ്ങണ്ടായിരുന്നു. അതാണ് ഇന്ന് കുട്ടികളോട് ആദ്യം പറയേണ്ടത്. നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, കുട്ടികളെ സെറ്റ് മാറിയാ കുട്ടികൾ പിന്നെയും തലകീഴാവും. എന്നോട് ഇപ്പൊ ഈടെ അടുത്തൊരു മുതലാളി പറഞ്ഞു, നല്ല മനുഷ്യന്, എൻ്റെ മോനെ ഞാൻ കോളേജ് കൊണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഒട്ടുമിക്ക അധ്യാപകന്മാർ യുക്തിവാദികൾ, അങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാരക്കൂല. എന്തേ? ചേരന്റെ തൊള്ളയില് തവളനിട്ട് കൊടുത്തിട്ട് ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ? കോഴിക്കോട്ടിൽ കുറുക്കനെ കൊണ്ടാക്കുക, എന്നിട്ട് ദ്വാരിപ്പിക്കുക. ഈ കുട്ടികളെ അധ്യാപകന്മാർ യുക്തിവാദികളാണെങ്കിൽ ഇവൻ പുറത്തിറങ്ങുമ്പോഴേക്ക് യുക്തിവാദിയാവൂലേ? ഇനി അധ്യാപകന്മാര് ഈമാനിലേക്ക് ക്ഷണിക്കാൻ ഇവന്റെ അടുത്ത് ഇന്ധനുണ്ടോ? അതിന് ഇൽമുള്ള ആളാണോ തക്കവുള്ള ആളോ? അങ്ങോട്ട് വലിക്കാൻ തക്കവുള്ളെങ്കിൽ അങ്ങോട്ട് പോവല്ലേ ചെയ്യാ? ആർക്കാ തിരിയാത്തത്? വടവലി മത്സരത്തിൽ ചാവാളി പോയിട്ട് വലിച്ച അങ്ങോട്ട് പോവല്ലേ ചെയ്യാ? ആർക്കാ മനസ്സിലാവാത്തത്? പക്ഷെ അതൊന്നും നിസ്കാരത്തമ്പുള്ള വാപ്പാർക്കും ബോധമില്ല. പരസ്യം കണ്ടിട്ട് കോഴ്സ് പൂർത്തിയാക്കാൻ കൊണ്ടാക്കല്ലേ. ഏറെ ഒന്നേരം മുസല്ല ഇട്ട് കൊടുക്കുന്നു കേട്ടോ, നിന്റെ കടമ ഞാൻ തീർത്തിക്കണ്, അനി ഞാൻ റൂമിൽ മുസല്ലൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. അതാണോ കടമ? മുസല്ല ഇട്ട് കൊടുക്കല? മുസല്ല ഇട്ട് കൊടുത്താൽ കടമ തീർന്നോ? എന്നോട് ഇതിന്റെ അടുത്തൊരു മാലിൽ ആള് പറഞ്ഞു, അവിടെ അറിയപ്പെട്ട ഒരാള് മകനെ UK ഉണ്ടാക്കി, ഇതേപോലത്തെ ഒരു കോളേജ്. തിരിച്ചു വന്ന് 8 മാസം കൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ പിന്നെ 2 കൈമലും വള, ടൗസർ, കൂടെ ഒരു നായക്കുട്ടി ഉണ്ട്. മാലിലെ നിസ്കാര തമ്മിലുള്ള ആചാര്യ വേറെ കുട്ടിയാണ് ഈ വരുന്നത്. നായക്കുട്ടി ഇല്ലാതെ അവൻ പുറത്തിറങ്ങൂല, അതിനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എടുക്കലും. 8 മാസം കൊണ്ട് കിട്ടിയ കോഴ്സാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അന്തമുണ്ടോ? മക്കൾ എവിടെ എത്തണം എന്നുള്ള ബോധമുണ്ടോ? രക്ഷിതാവ് എന്നുള്ളതിന് മാനുണ്ടോ? അറിയോ? എവിടെയാ മക്കളെ രക്ഷപ്പെടുത്തേണ്ടതെന്നുള്ള ബോധമുണ്ടോ? ലക്ഷ്യബോധമുണ്ടോ? യുക്തിവാദികൾ നമ്മൾ പേരിൽ യുക്തിവാദിക്ക് ലക്ഷ്യബോധമില്ല, ഓന് ലക്ഷ്യമില്ല. ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ ബോധം ഉണ്ടാവുള്ളൂ. എന്തിനാ ജീവിക്കണേ? മറുപടി ഓൻ പറയില്ല. ജീവിത ലക്ഷ്യം എന്ത്? എന്താ ലക്ഷ്യം? ആളുകളെ സഹായിക്കുക, അത് ലക്ഷ്യമാണോ? ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എന്തിനാ ഭക്ഷണം കഴിക്കണ? ആരെങ്കിലും ഭക്ഷണം കഴിക്കണതിന്റെ ലക്ഷ്യം പപ്പടം കഴിക്കലാണെന്ന് പറയും. ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, അത് യുക്തിവാദിക്ക് വരാൻ കഴിയില്ല. ഞാൻ ദീർഘമായി പറയുന്നില്ല, ചിന്തിക്കണേ. അതുകൊണ്ട് ആ മാമുട്ടിയിലേറെ വാദന് ഇയാള് വന്നിരുന്നു. എന്നിട്ട് എന്തുണ്ടായിന്ന് ഞാൻ പറഞ്ഞേ, പഠിച്ചോ നിങ്ങളാരും ഉറങ്ങണില്ലല്ലോ. ലാസ്റ്റ് ഇപ്പൊ അയാൾ എവിടെയുള്ളത്? മൻസൂറെ ആ റൂമിലെത്തി. അപ്പോ ഇതാറിന് ഇനി ഈമാനോട് മരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ റൂമ് പിരിഞ്ഞു വേണ്ട, എന്റെ കൂടെ പള്ളിയിൽ കൂടിക്കോ. അങ്ങനെ പറയാനുള്ള അണ്ണാക്കുന്നാവുണ്ടെങ്കിൽ ഇന്ന് മഹല്ലിൽ 10 കുട്ടികൾ രക്ഷപ്പെടും. അങ്ങനെ പറയാനുള്ള കുറച്ച് ആളുകളാണ്. SKSന്റെ കൂടെ കൂടിക്കോ, SYSന്റെ കൂടെ കൂടിക്കോ, ജമിയത്തുൽ മാലിമിന്റെ ഉസ്താമാരെ കൂടെ ചാരിക്കോ. അങ്ങോട്ട് പോവല്ലേ, അത് അപകടമാണ്. കൊറോണ വരുമ്പോ നമ്മൾ പറയുന്നുണ്ടല്ലോ അങ്ങോട്ട് പോവല്ലേ എന്ന്. അതിനേക്കാളും വലിയ കൊറോണകളല്ല എന്നുള്ളത്. ഇവനോട് മാമുട്ടിയിലേര് അന്ന് പറഞ്ഞു, നന്നായി മരിക്കണം എന്നുണ്ടെങ്കിൽ പള്ളി കൂടിക്കൊന്നാണ്. ഒന്നും നോക്കിയില്ല, പള്ളിയിലാണ്ട് കൂടി. പള്ളിയിൽ കൂടി മാമുട്ടിയിലേരും മോനോണ്ട് ഒന്നായി. ആര്? കള്ളുടിയാണ്. മാമുട്ടിയിലേരുന്ന് കുറച്ച് കിതാബൊക്കെ ഓതാൻ തുടങ്ങി.
വലിയ കിതാബൊന്നല്ല, ഉന്ത, ഇർഷാദ്, അതുപോലെ ഫത്തുൽ മീൻ, ഇങ്ങനെ കുറച്ച് കിതാബൊക്കെ ഓതി ഇവനാണ്ട് കൂടി പള്ളിയിൽ. ഇവന്റെ തലയിൽ തൊപ്പി, താടിയിലുമ്പോ കുറച്ച് രോമൊക്കെ വരാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണോ? പള്ളിയിൽ നിന്ന് എപ്പോഴെങ്കിലും മാമുട്ടിലേർ പുറത്തു പോകണമെങ്കിൽ ഇമാമത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. ആര്? മഹല്ല് കണ്ട വലിയ കള്ളുടിയാണ്. ആർക്കും തർക്കമില്ലാതായി, ആർക്കും തർക്കമില്ലാതായി. ഇവൻ ഇമാമത്ത്. മാമുട്ടിലേര് ഇവനെ കുറിച്ച് ആളുകളുടെ ഒക്കെ ചർച്ച സെയ്ദ് അമ്ര പോലെയാണ്. കിതാബ് പറയും സെയ്ദ് അമ്ര. സെയ്ദ് ഉള്ളടത്ത് അമ്ര ഉണ്ടാവും, അമ്ര ഉള്ളടത്ത് സെയ്ദ് ഉണ്ടാവും. മാമുട്ടിലെ ഇവനും പിടിയില്ല. കല്യാണത്തിന് രണ്ടാളൊപ്പം, കുടിരിക്കലിന് രണ്ടാളൊപ്പം, മൗലൂദിന് രണ്ടാളൊപ്പം, മരിച്ചോടത്തിന് രണ്ടാളൊപ്പം. ഇവൻ തൊപ്പി മാമുട്ടിലെ തലേ കെട്ട്. ആളുകളൊക്കെ ഇങ്ങനെ താടിക്ക് കൈയെടുത്ത് മനുഷ്യൻ നന്നാകുകയാണെങ്കിലേ, ആ കാലം എന്ന് പറഞ്ഞാൽ ഞണ്ടാടി ശൈഖുള്ള കാലാണ്. ഞണ്ടാടി ശൈഖ് എന്നൊക്കെ പറഞ്ഞാൽ മടവൂരിന്റെ മശായിഖന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞണ്ടാടി ശൈഖ്. അവരുള്ള കാലഘട്ടമാണ്. അപ്പൊ ഒരിക്കലും സുബൈക്ക് മാമുട്ടിലൊരു വലിയ മഹാനല്ല ഇവനോട് പറഞ്ഞു, ഇവനോട് തന്നെ ആദ്യത്തെ ആ കള്ളുടിയനോട് പറഞ്ഞു, പിന്നെ ഈ പള്ളി ഒന്ന് നോക്ക്, ഞാൻ ഞണ്ടാടി ശൈഖിനൊന്ന് കണ്ടിട്ട് ഒരു ദിക്ർ വാങ്ങിയിട്ട് വരാറ്. അവൻ ചോദിച്ച ആരാ ഞണ്ടാടി ശൈഖ് എന്നൊക്കെ അവനെ പറഞ്ഞു കൊടുത്ത്. മാമുട്ടിലൊരു സുബൈക്ക് ഞണ്ടാടി ശൈഖിനെ കാണാൻ പോയി. ഞണ്ടാടി ശൈഖ് മാമുട്ടിലെ നല്ല വാളനുമാണ്. കുറെയൊക്കെ സംസാരിച്ചു. പിരിയാൻ സമയത്ത് മാമുട്ടിലേര് ഞണ്ടാടി ശൈഖിനോട് വെച്ചു, ഒരു ദിക്ർ കൊണ്ടടക്കാൻ തരുമെന്ന് വെച്ചു. അപ്പൊ ഞണ്ടാടി ശൈഖ് പറഞ്ഞു, ഇപ്പൊ സമയമായിട്ടില്ല, പിന്നെ വരുന്ന. ചിലപ്പോ അവരങ്ങനെയാണ്, പെട്ടെന്ന് കൊടുക്കൂല. മാമുട്ടിലെ തിരിച്ചുപോയി. വേറെ മിന്നി വന്നു, ഇവനെ പള്ളി ഏൽപ്പിച്ചു. ആർക്കും തർക്കമില്ല, ഈ മാമത്തിക്കണേന് ആർക്കും തർക്കമില്ല. അന്നും ഞണ്ടാടി ശൈഖ് സംസാരമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു വരാൻ നേരത്തെ മാമുട്ടിയിലെ ദിക്ർ വെച്ചപ്പോ പിന്നെ വരിപ്പോ സമയത്തില്ല. രണ്ടാമതും തിരിച്ചു വന്നപ്പോ ചോദിച്ചു, ഉസ്താനി ഞണ്ടാടി ശൈഖ് ദിക്ർ തന്നോന്ന് ചോദിച്ചു. ഇല്ല, സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇവൻ ചോദിച്ചു, ഉസ്താദ് ഞാനൊന്ന് പോയോക്കട്ടെ എന്ന് വെച്ച്. മാമുട്ടിയിൽ വെച്ച് ദിക്ർ വാങ്ങാനോ? ദിക്ർ വാങ്ങാനൊന്നല്ല, ഉസ്താദിന് വരാത്ത എനിക്ക് തരൂലല്ലോ, ഞാൻ കള്ളുടിയാനല്ലായിരുന്നു, കാണാനാണെന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ, പോയിട്ട് പോരാ, എൻ്റെ ഒരു അസ്സലാമു സലാം പറഞ്ഞല്ലേ. മൂന്നാം ദിവസം മൂന്നാം പ്രാവശ്യം വരുന്ന ബന ഞണ്ടാടി ശൈഖിന്റെ അടുത്തൊന്ന് സലാം പറഞ്ഞു. ഞണ്ടാടി ശൈഖിനോട് പറഞ്ഞു, ഞാൻ മാമുട്ടിയിലെ വേല കെട്ടി വന്നായ കള്ളുടിയാനാണെന്ന് പറഞ്ഞു. ഞാൻ പേരും കൂടിയാനായിരുന്നു. ഞണ്ടാടി ശൈഖിന് ഭയങ്കര ഇഷ്ടമായി. നല്ല അടുത്താണ്ട് ഇരുത്തി ഇവന്റെ പുറം ഒഴിഞ്ഞു കൊടുക്കലും, നെഞ്ഞ് തടവി കൊടുക്കലും, വെള്ളം കൊടുക്കലും, എൻ്റെ കുട്ടിഞ്ഞ് കള്ളുടിക്കരുതെന്ന് പറയലും, ഇപ്പം പൊട്ടിക്കരയിലൊക്കെ ആയിട്ടൊരു കഥ. അവസാനം ഞണ്ടാടി ശൈഖ് ഇവനെ വിടണില്ല, വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്തന്നെ. കുറെ കഴിഞ്ഞപ്പോ ഇവന് ബേജാറ് വന്നു. ഇവൻ ചോദിച്ചു, ഞാൻ പോട്ടെ എന്ന് വെച്ച്. ഞണ്ടാടി ശൈഖ് ചോദിച്ചു, പോവേ? അപ്പൊ ഞണ്ടാടി ശൈഖ് ചോദിച്ചു, അപ്പൊ എനിക്ക് ജീവിതത്തിൽ കൊണ്ടിറക്കാൻ ദിക്റൊന്നും വേണ്ടേ? ഇങ്ങോട്ട് അതിവന്റെ കാലൊക്കെ വറക്കാൻ തുടങ്ങി. ഉസ്താദ് രണ്ടട്ടം ചോദിച്ചപ്പോ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു വട്ടം ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ട് ചോദിക്കാണ് ദിക്ർ വേണ്ടേ എന്ന്. ഇവൻ പറഞ്ഞു, ആയിക്കോട്ടെ. ഞണ്ടാടി ശൈഖ് ഒരു ദിക്റാണ്ട് എഴുതി കൊടുത്ത് 5 വക്ത നിസ്കാരത്തിനാണ് ചൊല്ലിക്കോ പറഞ്ഞു. ഇവനെ അതേറ്റാ വരുന്നത്. മാമുട്ടിയിലേര് ഇവനങ്ങനെ കാത്തിക്ക. മൂസാ നബി മെഹ്റാജ് കഴിഞ്ഞുമ്പോ വയൽ കാത്തുന്നല്ല, എന്താ കിട്ടിയെന്ന് വയ്ക്കാന്. മാമുട്ടിയിലേര് ഇവനെ ഇങ്ങനെ കാത്തിക്ക. കണ്ട പോയിച്ച്, എന്താടോ കണ്ടില്ലേ, എന്റെ സലാം പറഞ്ഞില്ലേ? സലാം പറഞ്ഞു. പിന്നെ എനിക്ക് ദിക്റും തന്നിക്കണം 5 വക്ത കൊണ്ടിടക്കാൻ. അനക്കോ? 2 വട്ടം പോയി ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലേ, ചോദിക്കാതെ അനക്കോ? ദിക്റൊക്കെ ചോദിച്ചാൽ പോയി ദിക്റൊക്കെ കറക്റ്റാ. അപ്പൊ ഞണ്ടാടി ശൈഖ് എനിക്ക് 2 വട്ടം തന്നില്ല, എനിക്ക് പോയപ്പോ തന്നെ തന്നും ചെയ്തില്ലേ. ആ മാമുട്ടിലൊരു ഉസ്താദ്മാർക്ക് ഒരു അടവ് പാറ്റിലുണ്ട്, ആ ഒരു അടവ് ഉണ്ടാക്കി. എന്താണ്? ഞാൻ പോയ ഹാല് ദിക്ർ കൊടുക്കാത്ത ഹാലാണ് ഈ കാരം, ഈ പോയ ഹാല് ദിക്ർ കൊടുക്കുന്ന ഹാലാണ് ഈ കാരം. അങ്ങനെയല്ല, മൂല്യന്മാരെ പെട്ടെന്ന് താറാറ്റിക്കാൻ പറ്റില്ല. പണ്ട് മാമ അറിഞ്ഞില്ലേ, മാല കളഞ്ഞപ്പോ ആരെ കൈ കിട്ടിയാലും വേണ്ടിയില്ല, പള്ളിയിലെ മൂല്യർ കിട്ടാൻ ഞാൻ മതിയെന്ന്. കാരണം എന്തെങ്കിലും കൗലുണ്ടാക്കിയിട്ട് പോക്കറ്റിലാക്കോ, അത് സംഗതി ശരിയല്ല, പക്ഷെ മെസ്സേജ് ശരിയാണ്. ഞാനും പറയാറുണ്ട്, ഉസ്താമാര് നാളെ ഒരാളിനോട് പറഞ്ഞു, നിന്റെ നാട്ടിലെ ഇമാമിന് എനിക്ക് യാതൊരു ബഹുമാനം ഇല്ലാതായിന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ മുമ്പ് കിബിലൊക്കെ നേരെ കഴിഞ്ഞിട്ട് മൂത്രയിക്കണ കണ്ടുകണ്. ഞാൻ ചോദിച്ചു, കിതാബ് തിരിയുന്ന ആളാണോ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ കുറ്റം പറയണ്ട. അപ്പൊ അയാൾ എന്തെന്ന് വെച്ചു, കിബിലൊക്കെ നേരെ ഒരാളെ തിരിഞ്ഞ് മൂത്രയിക്കുമ്പോൾ മൂത്രയിക്കണ ഓസം കണ്ട് തിരിച്ചു പിടിച്ചാൽ കറാത്തില്ല എന്ന് കിതാബിലുണ്ട്. അതിനിപ്പോ അറിയണമെങ്കിൽ മുമ്പ് കൂടി പോയി നോക്കണ്ടേ? അവ പോയി നോക്കിയാനല്ലേ തെറ്റുള്ളത്. അപ്പൊ പെട്ടെന്നൊരു രംഗം കണ്ട ആരെയാണ്ട് ആക്ഷേപിക്കാൻ പാടില്ല, അല്ലെ അതും കൂടി പഠിച്ച ആളാണ് ഈ കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ അഭ്യാസത്തിന് കണ്ടട്ടോ, അതിന് പറയല്ല.
എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയിലേറെ തന്നെ ഞാൻ പോയത് ദിക്റ് കൊടുക്കാത്ത ആളാണ് കാരണം. അപ്പൊ ഇപ്പൊ ദിക്റ് കൊടുക്കുന്ന ആളല്ലേ, ഞാനൊന്ന് പോയോട്ടെ. മമ്മൂട്ടിയിലേറാ പിന്നെ ഹാല് മാറിയപ്പോ പോയി ദിക്റ് കിട്ടാൻ വേണ്ടി. ഞണ്ടാടി ശേഖ് വർത്താനൊക്കെ പറഞ്ഞ അവിടെ പിടിച്ചിരുത്തി ദിക്റ് കൊടുക്കണമെന്നില്ല. ലാസ്റ്റ് ഗതി കെട്ടപ്പോ മമ്മൂട്ടിയിലേറെ വെച്ച് എനിക്ക് പിന്നെ കൊണ്ടടക്കാനൊരു ദിക്റ്, അത് ഞങ്ങളെ വാല് കെട്ടുന്ന ആ കള്ളുടിയാണ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി വാങ്ങിക്കൊള്ളുన్నారు. വാല് പറഞ്ഞ മൂലയാരും മുരീതും കേട്ട് അന്ന ആ കള്ളുടിയൻ ഷെയ്ഖുമായി. ഇതൊക്കെ എളുപ്പമുണ്ട്. എപ്പോഴാ മനുഷ്യന് പൊന്തെന്ന് പറയാൻ പറ്റൂല. ഒറ്റ വിളി കേട്ടാ മതി, യാ മനുഷ്യൻ അടിപൊളി മാറും. ഇത് അള്ളാണ് വിളിക്കണം എന്നുള്ള കൽബുണ്ടായാൽ മതി. പിന്നെ അയ്യോ അല്ലതിന് ആമനും എളുപ്പവും. അയ്യുഹ റഹ്മത്താണ്. ഒരു കിതാബിന്റെ ഉണ്ട്, അതിന്റെ പേര് അയ്യുഹൽ വലത് എന്നാണ്. അയ്യോ എന്നുള്ള റഹ്മത്താ. കാരണം അവ്വലുഹു റഹ്മ മുഹമ്മദ് മുസ്തഫ. പിന്നെ അല്ലദീന ആമനു അത് ഷഹാദ സർട്ടിഫിക്കറ്റാ. നമുക്ക് ബാക്കവിയുണ്ട്, ഫൈലുണ്ട്, റഹ്മാനുണ്ട്, ദാരിമുണ്ട്, എല്ലല്ലേ. എന്നാ അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് അല്ലദീന ആമനു. അതിന്റെ മേലൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. ചിന്തിക്കണേ ചിന്തിക്കണേ, ഞങ്ങൾ പോകണം. ചിന്തിക്കണേ ചിന്തിക്കണേ, ദീർഘമായി പറയുന്നില്ല, ചിന്തിക്കണേ. അല്ലദീന ആമനൂ, നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലോ അടിസ്ഥാന ആധാരം ഈമാനാണ്. എന്താണത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അത് ഖൽബ് കൊണ്ട് വിശ്വസിക്കലാണ്. ബിൽ ഗൈബി എന്നതിന് ബിൽ ഖൽബി എന്ന തഫ്സീർ കാണാം. ആദ്യം അല്ലാഹ്ക്ക് കൊടുക്കേണ്ടത് മനസ്സാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സ് കൊടുത്തു. പിന്നെ നാവ്, വദക്കറ സ്മ റബ്ബി, നാവുമായി, ഫസല്ല, പിന്നെ മറ്റുള്ള അവയവങ്ങളായി. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് മനസ്സാ വാചാ കർമ്മണ. അല്ല, കർമ്മണ വാചാ മനസ്സാന്ന് പറയാറില്ലല്ലോ. നമ്മളെ കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെയാണ്, കർമ്മണ വാചാ മനസ്സാ എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നത് നേരെ എതിരാ. ഖദ് അഫ്ലഹ മൻ തസക്ക മനസ്സ, വദക്കറ സ്മ വാച, ഫസല്ല കർമ്മണ. അത് നേരെ തിരിച്ചാക്കിയാൽ അപകടം. ഇപ്പൊ ഉള്ളത് അങ്ങനെയാണ്, കർമ്മണ വാച മനസ്സ. അത് മനസ്സൊക്കെ കേറണില്ല, അതാണ്. അവിടെയാണ് നോമ്പ്. എന്തിനാ നോമ്പ്? നേരത്തെ പറഞ്ഞാൽ കൂത്തുൽ ബഹീമിയാൽ കൂത്തുസ്ബഴി, ഇതിനൊക്കെ മെരിക്കാനാണ്. കാട്ടാനെ എങ്ങനെയാ നാട്ടാനാക്കി നിങ്ങൾക്കറിയോ? കാട്ടാനകൾ കൂട്ടം കൂട്ടി പോകുമ്പോ കുഴി ഒഴിച്ചിട്ട് അതിൽ വീഴ്ത്തല. ദിവസങ്ങളോളം പട്ടിണി എടുത്തു, ദിവസങ്ങളോളം പട്ടിണി കെടുത്തിട്ട് മെരുക്കിയിട്ടാണ് പുറത്തേക്ക്. അപ്പൊ കാട്ടാനയെ നാട്ടാനെ ആക്കാൻ പട്ടിണിക്കിടുണ്ട്. നമ്മളിലുള്ള കാട്ടുമൃഗങ്ങൾ ഒരുക്കാൻ അള്ളാഹു പറഞ്ഞ പരിപാടിയാണ് കുത്തിബ അലൈക്കുമുസ് സിയാം. അലൈക്കും, അസ്സലാമു അലൈക്കും, കുത്തിബ അലൈക്കും ഒക്കെ ഒന്നല്ലേ. അലൈക്കും എന്ന് പറഞ്ഞാൽ ബത്തിന് മാത്രം അർത്ഥം വെച്ചുകൊടുത്താണ് അപകടങ്ങൾ മുളച്ചത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് നോമ്പ് ഇങ്ങനെ പിടിച്ചു വെക്കണം പകലൊക്കെ. ഉച്ചക്കൊക്കെ ഇങ്ങനെ അള്ളാഹിനോട് ഒരു മാരിവായിട്ട് കാണിച്ചു തരാം. എത്ര ജാതി ഇരുത്താന്നറിയോ? ഞാൻ ആകെ ഒറ്റ ഇരുത്തേ ഇരിക്കുള്ളൂ നോമ്പറക്കാൻ. മഗ്‌രിബ് കൊടുക്കണ 5 മിനിറ്റ് വരെ ഇരുത്തായിരിക്കും ഞാൻ. ആ 5 മിനിറ്റ് ചൊല്ലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒറ്റ വട്ടം ചൊല്ലിയാൽ മീസാനിൽ ഉഹുദ് മലന്റെ തൂക്കം കിട്ടും. ഉഹുദ് മലന്റെ തൂക്കം. ഇങ്ങനെ അല്ലാതെ ഇന്ന് ഇഫ്താറിന്റെ സമയം മോലായി കൊളി ദിക്റാണ്ടില്ല മതി, സ്വർഗം പെട്ടെന്ന് കിട്ടും. ഇതൊന്നും അല്ലാതെ ഏറ്റാണ്ട് പോയിട്ട് അപകടല്ലേ. ഈ പാലം കടക്കുക പറഞ്ഞാൽ നമ്മളെ എന്താ കരുതിയത്? സിറാത്ത് പാലം നമ്മളെ ഫിസിക്കലി മസിലോണ്ട് കടക്കാൻ പറ്റും ഞങ്ങൾ കരുതിയത്. 700,62,30,000 കിലോമീറ്റർ ആണ് സിറാത്ത് പാലം. എത്ര? 700,62,30,000 കിലോമീറ്റർ. അതിന്റെ വാളിനേക്കാൾ മൂർച്ച, മുടിനേക്കാൾ നേർമ, ജഹന്നമിന്റെ മുകളില് മസിലോണ്ട് വിട്ടിടക്കാൻ പറ്റൂല. ചോറ്റൂർന്ന് ഷിയാബ് മക്കത്തേക്ക് നടന്നു 4,000 കിലോമീറ്റർ ഉള്ളു, 1.5 കൊല്ലായി. അയാൾ എന്നോട് പറഞ്ഞാണ് ശരീരത്തിൽ മുഖത്തൊക്കെ മുറിയായിരുന്നു എന്ന്, ചൂട് കൊണ്ടിട്ട്. ജഹന്നമിന്റെ മുകളിലല്ല, ഹൈവേ റോഡ് കൂടിയാ കൂട് കാണുന്നത്. ഇത് ജഹന്നമിന്റെ മുകളില്
4000 കിലോമീറ്റർ അല്ല, 700,62,30,30,000 കിലോമീറ്റർ. 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം, 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം, 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം. ഭൂരിഭാഗം പെടഞ്ഞ് താഴെ വീഴും. ലാസ്റ്റ് സ്വർഗത്തിലെത്തുന്ന ആള് എത്തുന്നത് 15,000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവിടെ നോമ്പറക്കുമ്പോൾ ഒരാൾ ഇതാണ്ട് ചെല്ലുകയാണെങ്കിൽ ഒരു മർക്കബ്, ഒരു വാഹനമായിട്ട് അവിടെ വരും. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ടാ കൊണ്ടുപോവുക. ഇന്ന് ഇഫ്താർ സമയം മുതലായിക്കോളി. ഏതാ ഇഫ്താർ സമയം? ഇന്നലില്ലാഹി ഫീ കുല്ലി യൗമിൻ മിൻ റമളാന ഇൻദൽ ഇഫ്താരി അൽഫി അതീഖിൻ മിനൻ നാർ കുല്ലുഹും ഖദ് ഇസ്തൗജബുൽ അദാബ് നബിയുനാ റസൂലുള്ളാഹി. ഇഫ്താർ സമയം വെറുതെ ആക്കല്ലേ. ഞാൻ മലയാളികളോട് പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ചവറുകള് ഓരോ ഏരിയയിൽ നിന്ന് 10 ലക്ഷം ചവറുകളെ ആ സമയത്ത് ബഹുമാനിച്ച് അല്ലാഹു സ്വർഗത്തിലെത്തും. ഒരു മൊത്തം അർത്ഥം വെച്ചോളൂ. ഇസ്തൗജബ മാലിയാണ്, അതിലേക്ക് അത് വന്ന തഹ്ഖീഖ് നഹ്വ് അല്ലദാബ്, അദാബിൽ അലിഫ് ലാം ഏറിയ നരകം എന്ന അർത്ഥം. ഈ 10 ലക്ഷം നരകത്തിൽ പോകേണ്ട കാരങ്കൂസുകളാണ്, ചവറുകളാണ്. പക്ഷെ ആ സമയത്ത് ബഹുമാനിച്ച് അവരെ മുഴുവനും അല്ലാഹു സ്വർഗത്തിൽ എത്തിക്കും. ഇൻദൽ ഇഫ്താർ, ഇഫ്താറിന്റെ ഘട്ടത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ അവിടേക്ക് തസ്ബീഹ് വെച്ചുകൊടുത്താൽ അത് നമ്മൾ തന്നെയാണ് സ്വർഗത്ത് പോണത്, വേറെ ആരുമല്ല. ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. ഇന്ന് ഇഫ്താറിന്റെ സമയത്ത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഇനി സമൂഹ തുറയിലാണെങ്കിലും നമ്മൾ ഒരാളിരുന്ന് ഉറക്ക ചെല്ലുക, എല്ലാവരും ചൊല്ലിക്കോളും, ആൾക്കാർ നന്നാവും. നമ്മളൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഉറക്ക ചെല്ലുക, മറ്റോനും ചൊല്ലും. സഭയില് ബിസ്മി ഉറക്ക ചെല്ലൽ പ്രത്യേകം സുന്നത്താണ്. അൽഹംദുലില്ലാഹ് പതുക്കെ ചെല്ലിയാൽ മതി ട്ടോ, കഴിഞ്ഞിട്ടില്ല പരിപാടി. അത് ഉറക്ക സുന്നത്തിലില്ല. കാരണം എന്താ, രണ്ടായിട്ടൊക്കെ സൈക്കോളജിയാണ്. ഇപ്പൊ ഒരാളിപ്പോ സമൂഹ നോമ്പുറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വിശപ്പ് കൂടിയ സംഗതി പലതും മറക്കും. അപ്പൊ ബിസ്മിയൊക്കെ മറക്കും. നോമ്പ് ബാങ്കും കൂടെ കൊടുക്കാൻ കാത്തിക്കായിരിക്കും. ബിസ്മി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് ചെല്ലാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്നെ കയ്യിൽ ഇങ്ങനെ ഈത്തപ്പഴം പിടിച്ചിട്ട് മറ്റേ കയ്യിൽ സമൂസ, എന്നിട്ട് പൊറാട്ടമൊക്കെ ഇങ്ങനെ തുറച്ചു വെക്കണം. എന്ത് ബിസ്മി? അപ്പൊ അതിൽ ഒരാൾ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ബിസ്മിയൊക്കെ ഉണ്ടല്ലേ, വലിയ ഉപകാരമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മറ്റാളും ചൊല്ലും. അതാണ് സഭയിൽ ബിസ്മി ഉറക്കെ ചെല്ലുന്ന നല്ലതാണെന്ന് പറയാൻ കാരണം. നേരെ മറിച്ച് അത് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അൽഹംദുലില്ലാഹ് പതുക്കെ ചെല്ലിയാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം കഴിഞ്ഞിട്ടുള്ള ദിക്റ് വലിയ സുഖം കിട്ടൂല. എല്ലാവരും ആണെങ്കിൽ തീറ്റയിൽ ഒരേ സാമർഥ്യമല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് 10 പൊറാട്ട തിന്നുന്ന ആൾക്കാരും അരപ്പൊറാട്ട ഇറങ്ങാത്ത ആൾക്കാരും ഉണ്ടാവും. മനുഷ്യന്മാരെ കഴിവ് തീറ്റയിലൊക്കെ വ്യത്യാസമല്ലേ? അപ്പൊ നമ്മള് ഒരാൾ ഭയങ്കര തീറ്റ, എളുപ്പത്തിൽ തിന്നും ചെയ്യും. എന്നിട്ട് ഒരു 10-25 പത്തിരിക്കണ്ട് തിന്ന് 2-3 പൊറാട്ടയും ബത്തക്കും ഒക്കെ കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് മറ്റാൾ അരപ്പൊറാട്ടമൊക്കെ ഇടുന്നിട്ട് ബദർ അടുത്താണ് ഈ കാരണം. അപ്പൊ ഇങ്ങനെ അന്റെ കഴിഞ്ഞാൽ നീച്ച് പോയാൽ പോരാ കുതിരെ. സഭയിൽ തന്നെ തർക്കാവും. നേരെ മറിച്ച് തുടങ്ങുമ്പോൾ വിസ്മിക്കാൻ പ്രശ്നമില്ല. എന്തൊരു മനഃശാസ്ത്രപരമായ പ്രത്യയശാസ്ത്രമാണ് മുസ്തഫ നബി പരിചയപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്, യുക്തിവാദികൾക്ക് ഇതൊന്നും ബോധമില്ലാതായി പോയല്ലോ. എന്തൊരു മനഃശാസ്ത്ര അതിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു പാറന്റെ മുകളിൽ ഒരു നിരക്ഷരൻ പോയിരുന്നിട്ട് സ്വന്തം ചിന്തിച്ചുണ്ടാക്കിയിട്ട് എഴുതി കുത്തിയതാന്ന് പറഞ്ഞാൽ ഓന്റെ ബുദ്ധി എത്ര തകരണോ അല്ലേ? ഒക്കെ കറക്റ്റ് അല്ലോ. കറക്റ്റ് അല്ലേ? നമുക്ക് ചിലത് തിരിയില്ലാന്നല്ലേ ഉള്ളൂ. ഭയങ്കര കുന്തൻ ചോദ്യങ്ങളാ. മുന കുത്തിയിട്ട് ചോദിക്കുക, ഒരാണിന് 4 ഭാര്യമാര് വരെ പറ്റൂലേ? അപ്പൊ ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാര് പറ്റൂല? അത് വിവേചനമല്ലേ? ശരി, വിവേചനാണ്. അത് ഉണ്ടായോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ 4 ഭാര്യമാരെ കല്യാണം കഴിച്ചാല് അള്ളാഹു കാക്കട്ടെ ട്ടോ, ഉള്ള ഒന്നിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ സമയമില്ല. അതുകൊണ്ടാ ഒരു കണക്കൂട്ടിക്കോളി സങ്കല്പിക്കുക. അപ്പൊ പഞ്ചായത്ത് നികുതി കൊടുക്കൊന്നും വേണ്ടല്ലോ. അല്ല, 4 ഭാര്യമാരുണ്ട് എന്ന് കൂട്ടുക. ആ 4 ഭാര്യമാരിലൂടെയും കുട്ടികളുണ്ടായാൽ അവരൊക്കെ ഇങ്ങനെ തറാവിക്ക് പോകണ ഒരു 10-12 കുട്ടികൾ. അപ്പോൾ ഓലോട് ചോദിക്കുകയാണ്, എൻ്റെ വാപ്പാരാ? ജലീർ റഹ്മാൻ. എൻ്റെതോ ജലീർ റഹ്മാൻ. എൻ്റെതോ ജലീർ റഹ്മാൻ. എൻ്റെതോ ജലീർ റഹ്മാൻ. എല്ലാവർക്കും പറഞ്ഞൂടെ? നേരെ മറിച്ച് എൻ്റെ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചാൽ അതിലൂടെ കുട്ടികൾ ഉണ്ടായാലും ഇവരിങ്ങനെ തറാവിക്കുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ വാപ്പാരാ? ജലീർ റഹ്മാനും അസ്ലം അസരി ആവാനും മുസ്തഫ ഫൈസി ആവാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഒറ്റ വണ്ടി 4 ഡ്രൈവർമാരുമാണ്. ഇത് ഏതാണ് മനസ്സിലാവുമോ?
എടാ യുക്തിവാദിയായ മതിയോ? തലയിൽ കഴമ്പ് വേണ്ടേ? ഇത് പറഞ്ഞ അള്ളാന്റെ ദീനാവോ? ഭയങ്കര ആനക്കാരും പോലെ ചോദിക്കാം, അതെന്താ ഇതന്നെ? അത് യുക്തിവാദമാണ്. ഇതിലെന്ത് യുക്തിയാ ഉള്ളത്? യുക്തിവാദിയായ പോരാ, ഭക്തിവാദിയും കൂടി ആവണം. യുക്തിയും ഭക്തിയും ചേർന്നാൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. വെറും യുക്തിവാദിയാണെങ്കിൽ അവൻ മൃഗതുല്യം തോന്നിവാസിയായി മാറും. പശുവിനെ ഭോഗിക്കാം അല്ലേ, ശവത്തിനെ, അമ്മയെ, എന്താ അവിടെ നിയന്ത്രണം ഉള്ളത്? അതൊക്കെ പരസ്യമായിട്ട് കേരള മണ്ണിലല്ലേ പ്രസംഗിച്ചേ? ഞാൻ ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് അല്ലദീന ആമനൂ ദീർഘമായി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ മഹാനായ സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ച വിലപ്പെട്ട ചില വാക്കുകൾക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്തതാണ്. അവര് പറഞ്ഞൊരു വാക്കുകൂടെയുണ്ട്, റഹ്മത്തിന്റെ 10 നഷ്ടപ്പെടുകയാണ്, ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, റഹ്മത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് ഇനിയുള്ള ദിവസം നമ്മളെ റഹ്മത്തിന്റെ ആളുകളാവുക.